എല്ലാ മീഡിയക്കാരനും ഞാൻ കളിയാക്കിയിട്ടില്ല. ഇപ്പൊ സ്ത്രീകളൊക്കെ ആണെങ്കിൽ ഇങ്ങനെ ഓരോ ആംഗിൾ വെച്ച് വീഡിയോ എടുക്കുക, അവര് ഇന്ന് മാൾ ഇനാഗുറേഷൻ വിളിക്കുന്നു, അല്ലെങ്കിൽ അവരാണ് പലപ്പോഴും പലതിന്റെയും ബ്രാൻഡ് അംബാസിഡേഴ്സ് ഒക്കെ. അങ്ങനെ പറയാൻ പറ്റത്തില്ല, അത്ര പോപ്പുലാരിറ്റി കിട്ടുന്നുണ്ട്. അത് നമ്മള് വീട്ടിലിരുന്നിട്ടാണ് നമ്മൾ ഈ പോപ്പുലാരിറ്റി ഉണ്ടാക്കുന്നത്. മതം നോക്കി ഈ പറഞ്ഞ സിനിമ കാണാൻ പോകുന്ന ആൾക്കാർ, മതം നോക്കി റീല് കാണുന്ന ആൾക്കാരുണ്ട്, മതം നോക്കി ഫോളോ ചെയ്യുന്ന ആൾക്കാരുണ്ട്, പല ആൾക്കാരും ഉണ്ട്. ഞാൻ ഇങ്ങനെ മതം ഫോളോ ചെയ്യുന്ന ഒരാളല്ല എന്ന് പറഞ്ഞപ്പോ ഒരു കുട്ടി കമന്റ് ചെയ്താണ്, ഞാൻ മുസ്ലിമാന്ന് വിചാരിച്ചിട്ടാണ് ഷാമോനെ ഫോളോ ചെയ്ത് അൺഫോളോ ചെയ്യുന്നു ബൈ എന്ന് പറഞ്ഞു. ഒരു ആന്റി ഇതിനൊക്കെ എന്റെയും വൈഫിന്റെയും ഫോട്ടോ ഇങ്ങനെ എടുത്തു വെച്ചിട്ട് പറയാ, ഇത് എന്താ ഇപ്പോഴത്തെ പിള്ളേർ എന്ത് ഇങ്ങനെയാ എന്നൊക്കെ പറഞ്ഞ് എന്റെ അമ്മയുടെ ഇങ്ങനെ കാണിക്കുക. അപ്പൊ അമ്മയുടെ അടുത്ത് നിന്നിട്ട് ഇയാളുടെ അമ്മയെ ഞാനെന്ന് അവര് പെട്ടെന്ന് ഫ്രണ്ട്ഷിപ്പ് കാണത്തില്ല, നേട്ടത്തിന് വേണ്ടി മാത്രമായിരിക്കും അങ്ങനെ വിളിച്ചു കൂട്ടി. അങ്ങനെയുള്ള ഏരിയാസ് വരുമ്പോഴാണ് അവർക്ക് ഈ പറഞ്ഞ തൊട്ട് ഈ പോര് വിളിക്കാനും തോന്നുന്നത്. ഈ ഫ്രണ്ട്ഷിപ്പ് നല്ലപോലെ ഉണ്ടെങ്കിൽ എത്ര പ്രശ്നം ഉണ്ടെങ്കിലും അത് അവരുടെ തന്നെ തീർക്കാൻ പറ്റും. അല്ല, കാര്യം കാണാൻ വേണ്ടി വന്ന് നിൽക്കുമ്പോഴാണ് പ്രശ്നം. അല്ലാതെ നമ്മളൊരു ഫ്രണ്ട്ഷിപ്പിന്റെ ഇടയിൽ എല്ലാവരും വളരുക എന്നുള്ള രീതിയിൽ ചെയ്തു കഴിഞ്ഞാൽ ഒരു കുഴപ്പമില്ല. എല്ലാവരും പേഴ്സണൽ ലൈഫിൽ ഒരു 24 മണിക്കൂർ ക്യാമറ വെച്ച് വിട്ടാൽ എല്ലാവരും പെർഫെക്റ്റ് ആണ്. ഒരു റണ്ണിങ് ഇൻഡസ്ട്രി ആണ് 8 പേര് കഴിയുന്നത് ഇതുകൊണ്ടാണ്. എല്ലാവരും പേഴ്സണൽ ലൈഫിൽ നമ്മളിപ്പോൾ പയ്യന്മാരുടെ ആയിരിക്കുമ്പോൾ പല കാര്യങ്ങൾ പറയാറുണ്ട്, പല കാര്യങ്ങളും. ഇതെല്ലാം ഒരാൾ ഒപ്പിയെടുത്ത് ഇട്ട് കഴിഞ്ഞാൽ എല്ലാ ആൾക്കാരും ഇതിനകത്ത് ഏറ്റവും സംഭവിച്ച ആൾക്കാർക്ക്, സോഷ്യൽ മീഡിയയിലുള്ള ആൾക്കാർക്ക് സക്സസ് കാണുന്നതിനേക്കാളും കൂടുതൽ ഇഷ്ടം പതനം കാണാൻ വേണ്ടി. കാരണം അടികപ്പേരെ കൂട്ടമണി തൊട്ട് ഇങ്ങോട്ട് പ്രകമ്പനം വരെയും ഈ ഹോസ്റ്റൽ ബേസ് ചെയ്ത സിനിമയ്ക്ക്, മലയാള സിനിമയ്ക്ക് ഒരു മിനിമം വിജയസാധ്യതയുണ്ട്. ആ ഒരു തലത്തിലേക്കാണോ അല്ലെങ്കിൽ ആ ഒരു സെറ്റിലേക്കാണോ മഹാരാജ ഹോസ്റ്റൽ പോകുന്നതെന്ന് ചോദിക്കാനുണ്ട്. ഒരു പറ്റം ഇൻഫ്ലുവൻസേഴ്സ് നായകന്മാരാവുന്നു എന്നുള്ളതാണ് ആദ്യ അട്രാക്ഷൻ. നമസ്കാരം. നിങ്ങളെല്ലാവരും ഇൻസ്റ്റാഗ്രാമിൽ കണ്ട് വലിയ പരിചയമുണ്ട്. ഈ ഇൻസ്റ്റാഗ്രാം തന്നെ ഇപ്പോൾ ഒരു പാരലൽ വേൾഡായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണല്ലോ. അവിടെ മാർക്കറ്റുകളുണ്ട്, അവിടെ ടെക്സ്റ്റൈൽ ഷോപ്പുകളുണ്ട്, അവിടെ കോടതിയുണ്ട്, എല്ലാം ഉണ്ട്. ഞാൻ ചോദിക്കുന്നത്, നിങ്ങളൊക്കെ തുടങ്ങിയ ഒരു കാലം ഉണ്ടല്ലോ, അതായത് ഇൻസ്റ്റാഗ്രാമിന്റെ ഒക്കെ ആരംഭ കാലഘട്ടം, അതിൽ നിന്ന് ഇപ്പോഴത്തെ ഇൻസ്റ്റാഗ്രാമിന്റെ അവസ്ഥ വെച്ച് നോക്കുമ്പോൾ എത്രമാത്രം മാറിയിട്ട് ഇൻസ്റ്റാഗ്രാം? നല്ലപോലെ മാറി. കാരണം ഈ ഇപ്പോഴും കരിയർ ആക്കാൻ പറ്റിയ ഒരു തലത്തിലേക്ക് ഇതൊക്കെ വളർന്നു. അന്നൊക്കെ ഒരു ലൈഫ് ഏകദേശം കൊറോണ ടൈം കുറച്ച് മുമ്പൊക്കെ ആ ടൈമൊക്കെ ഇതിനൊന്നും റിട്ടേൺ കിട്ടുമെന്ന് അറിയത്തില്ല. കുറച്ച് ആൾക്കാർ വീഡിയോസ് കാണുമായിരിക്കും. റിട്ടേൺ കിട്ടുന്നതിന് കമ്പനീസിന് മാത്രം, അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം ഓണേഴ്സിനൊക്കെ നമുക്കൊന്നും കിട്ടത്തില്ലായിരുന്നു. അവിടുന്ന് പക്ഷേ ഒരു ബിസിനസ് അല്ലെങ്കിൽ ചെയ്യാൻ പറ്റിയ, അല്ലെങ്കിൽ റിട്ടേൺ കിട്ടുന്ന ഒരു മേഖലയായിട്ട് ഇത് വളർന്നു. ഒരു കരിയർ ഉള്ള മേഖലയായിട്ട് വളർന്നു. അത് ഇൻസ്റ്റാഗ്രാം റീല് വന്നതിന് ശേഷം. റീല് വന്നതിന് ശേഷം. പക്ഷെ ടിക്ടോക്ക് ഇപ്പൊ പുറത്തൊക്കെ നല്ല ഇത് കൊടുക്കുന്ന, പ്രൊമോഷൻസ് കിട്ടുന്ന പ്ലാറ്റ്ഫോം മാറിയിട്ടുണ്ട്. അതേപോലെ റീലും ഇപ്പൊ നല്ലൊരു പ്ലാറ്റ്ഫോം, സോഷ്യൽ മീഡിയ എന്ന് പറഞ്ഞാൽ തന്നെ ഒരു നല്ല കരിയർ ഓപ്പർച്യൂണിറ്റി ഉള്ള ഒരു ഫീൽഡായിട്ട് മാറി. എന്തൊക്കെയാ പണ്ട് ഇൻസ്റ്റാഗ്രാം ഒരു ഇനീഷ്യൽ സ്റ്റേജ് ചെയ്യുന്ന ഇപ്പൊ ഏറ്റവും അവസാനം ചിലപ്പോ എടുത്തു നോക്കിയാൽ അപ്പം ഇൻസ്റ്റാഗ്രാം ആയിരിക്കും. എത്രമാത്രം മാറിയുണ്ട് ഇൻസ്റ്റാഗ്രാം? എനിക്ക് തോന്നുന്നു ഞാനൊക്കെ വീഡിയോ ഇട്ട് തുടങ്ങുന്ന സമയത്ത് റീൽസ് ഇല്ല, അന്ന് പോസ്റ്റ് ആയിരുന്നു. അന്ന് നമുക്കൊരു വീഡിയോ പോസ്റ്റ് ആയിട്ട് ഇടാൻ പറ്റുള്ളൂ. ഞാൻ കോളേജിൽ പഠിക്കുന്ന സമയത്താണ് ഇൻസ്റ്റാഗ്രാം എടുത്തത്. അതുവരെ FB ഉണ്ടായിരുന്നുള്ളൂ. 2017 ഇൻസ്റ്റാഗ്രാം എടുത്തത്. 18 മുതലാണ് ഞാൻ വീഡിയോസ് ഇടാൻ തുടങ്ങിയത്. അന്ന് ഇതേപോലെ റീൽസ് ഒന്നും വന്നിട്ടില്ല. നമ്മളിങ്ങനെ വീഡിയോ ചെയ്യും, പോസ്റ്റ് ചെയ്യും. നമ്മളിപ്പോ ഫോട്ടോ പോസ്റ്റ് ചെയ്യുന്ന പോലെ വീഡിയോസ് പോസ്റ്റ് ചെയ്യും. അങ്ങനെ റീച്ച് ഒന്നും ഇല്ല. നമ്മളെ കോളേജിലത്തെ ആൾക്കാർ, നമ്മളെ ഫ്രണ്ട്സ്, നമ്മളെ നാട്ടുകാരനെ കണ്ടിട്ട് അവര് കമന്റ് ചെയ്യും. പിന്നീട് എനിക്ക് തോന്നുന്നു ലോക്ക്ഡൌൺ ഒക്കെ വന്ന് അങ്ങനെയാണ് റീച്ച് വന്നത്. ടിക്ടോക്ക് ബാനായ ശേഷമാണ് ഇൻസ്റ്റാഗ്രാമിലേക്ക് കൂടുതൽ വന്നത്. റീൽസ് എന്നുള്ള ഒരു ഓപ്ഷൻ അവർ കൊടുക്കുന്നത്. അങ്ങനെ മാറ്റം എന്ന് പറയാന് ഒരുപാട് മാറിയിട്ടുണ്ട്. ഇപ്പൊ ഇൻസ്റ്റാഗ്രാമിലെ വ്യൂവേഴ്സ് ആണെങ്കിലും എല്ലാം ഒരുപാട് ഫീച്ചേഴ്സ് വന്ന്. പണ്ട് ഇപ്പൊ റീൽസിന്റെ ലെങ്ത് ആണെങ്കിൽ പോലും ഒരു 30 സെക്കൻഡ്, തുടക്കം 15 ആയിരുന്നു. പിന്നെ 30, 60 മിനിറ്റ് ആണ്. അപ്പൊ 3 മിനിറ്റ് ഒക്കെ എപ്പോഴെങ്കിലും വിചാരിച്ചിട്ടുണ്ടോ ഷാമോൻ തന്നെ ഓൺലൈൻ മീഡിയ കളിയാക്കും, ഇനി നാളെ ചിലപ്പോ വനിതയിൽ പടം ഇറങ്ങുമ്പോ ഷാമോൻ ആ ഓൺലൈൻ മീഡിയയിൽ തന്നെ വരും? അങ്ങനെ വിചാരിച്ചിട്ടോ? ഇല്ല, ഞാൻ അങ്ങനെ കളിയാക്കിയിട്ട് എല്ലാ മീഡിയക്കാരനും ഞാൻ കളിയാക്കിയിട്ടില്ല. അതായത് ചില ആൾക്കാർ ചെയ്യുന്നത് എനിക്ക് അങ്ങനെ ഒരു, അവരുടെ തുടക്കത്തിലൊക്കെ റീച്ചിന് വേണ്ടിയിട്ട് എന്തും ചെയ്യുന്ന ഒരു തരത്തിലൊക്കെ പോയപ്പോ എനിക്ക് ഭയങ്കര മോശമായിട്ട് തോന്നി. ഇപ്പൊ സ്ത്രീകളൊക്കെ ആണെങ്കിൽ ഇങ്ങനെ ഓരോ ആംഗിൾ വെച്ച് വീഡിയോ എടുക്കുക, അങ്ങനെയൊക്കെ ചെയ്ത് കുറെ ആൾക്കാർ തുടക്കത്തിലിട്ടോ. ഇപ്പൊ അവരെല്ലാരും നല്ല രീതിക്ക് തന്നെ ചെയ്യുന്നത്. അപ്പൊ ആ ഒരു സമയത്ത് എനിക്കത് കണ്ടോ ഭയങ്കര ബോറായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു. അപ്പൊ അവർക്കെതിരെ ഒരു ടൈപ്പ് ഓഫ് കോണ്ടന്റ്, ഞാൻ ഒരു പക്കാ സർക്കാസ്റ്റിക് ആയിട്ടുള്ള ഒരു സാധനം ചെയ്തത്. അതെ, അങ്ങനെ ഒരു സംഭവം ചെയ്തു. അത്ര ഇപ്പത്തെ ഇൻസ്റ്റാഗ്രാം എന്ന് പറഞ്ഞാൽ അപ്പുറത്ത് നമുക്കൊന്നും മനസ്സിലാവാത്ത ഈ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ചേരി തിരിഞ്ഞിട്ടുള്ള പോർവിളികൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ട്. ആളുകൾ കുറ്റമൊക്കെ അന്വേഷിച്ച് കണ്ടുപിടിക്കുന്നുണ്ട്, പോലീസിന്റെയും കോടതിയുടെ ഒക്കെ പോലെ. അതുപോലെ അപ്പുറത്തെ സിനിമകൾ ആണെന്ന് പറഞ്ഞിട്ട് ആളുകൾ ഷോർട്ട് ഫിലിംസിനേക്കാളും പോലും നിലവാരമില്ലാത്ത കുറെ വീഡിയോസ് ചെയ്യുന്നുണ്ട്. അതിന് വേണ്ടിയിട്ട് സ്പെഷ്യലൈസ് ആയിട്ട് കുറെ ആക്ടേഴ്സ് കൊച്ചി ബേസ്ഡ്
വന്നു തുടങ്ങിയിട്ടുണ്ട്. ഇവരൊക്കെ ശ്രദ്ധിക്കുന്നുണ്ട് ഇപ്പൊ സന്ദീപ്? ഞാൻ എല്ലാം കാണാറുണ്ട്. നമ്മൾ സോഷ്യൽ മീഡിയയിലാണല്ലോ, അപ്പൊ എല്ലാ വിഷയങ്ങളും, എല്ലാ ചർച്ചാ വിഷയങ്ങളും എല്ലാം കാണാറുണ്ട്. പിന്നെ നമ്മളെ വഴിക്ക് അങ്ങ് പോവുക, നമുക്ക് എന്താണ് ആവശ്യം അത് അങ്ങ് ചെയ്തങ്ങ് പോവുക എന്നുള്ളതാണ് എന്റെ പോളിസി. ഈ ഇപ്പോ ഇൻസ്റ്റാഗ്രാം തുടങ്ങുന്ന സമയത്തെ ഇപ്പൊ ഈ അഭിനയം എന്ന് പറയുന്ന ഒരു ഏരിയ ബിഗ് സ്ക്രീനിൽ കാണണമെന്ന് വിചാരിച്ചിട്ടായിരിക്കുമല്ലോ തുടങ്ങിയിട്ടുണ്ട്. പക്ഷെ ഇന്ന് പലപ്പോഴും ഈ അവിടുത്തെ നായകനന്മാരെക്കാളും വാല്യൂ ഉണ്ട് ഇന്ന് ഇൻസ്റ്റാഗ്രാം ക്രിയേറ്റേഴ്സിന്. അവരെ ഇന്ന് മാൾ ഇനാഗുറേഷൻ വിളിക്കുന്നു, അല്ലെങ്കിൽ അവരാണ് പലപ്പോഴും പലതിന്റെയും ബ്രാൻഡ് അംബാസിഡേഴ്സ് ഒക്കെ. അങ്ങനെ പറയാൻ പറ്റത്തില്ല, അത്രയും വാല്യൂ ആയി തുടങ്ങിയിട്ടില്ല. വാല്യൂ എന്ന് വെച്ചാൽ പോപ്പുലാരിറ്റി കിട്ടുന്നുണ്ട്. അത് നമ്മൾ വീട്ടിലിരുന്നിട്ടാണ് നമ്മൾ ഈ പോപ്പുലാരിറ്റി ഉണ്ടാക്കുന്നത്. അതിന്റെ ഒരു വ്യത്യാസമുണ്ട്. ഇപ്പൊ ഒരു വീട്ടിൽ മിക്കവാറും റീലിടുന്ന ഒരാളെങ്കിലും കാണുന്നുണ്ട്. അത് ഈ കണ്ടന്റ് ക്രിയേറ്റേഴ്സിന്റെ എണ്ണം കൂടിയപ്പോ ആൾക്കാരുടെ കാണുന്നവരുടെ എണ്ണം കൂടി, അപ്പൊ പോപ്പുലാരിറ്റി കൂടുന്നതുകൊണ്ട് തോന്നുന്നതാണ്. മാത്രമല്ല ഈ കുട്ടികളുണ്ടല്ലോ, പണ്ടേ കുട്ടികൾക്ക് മാക്സിമം ഫോണൊക്കെ കൊടുക്കുക. ഇപ്പം വന്നിട്ട് കുറെ ആൾക്കാർ മാറി ഫോൺ കൊടുക്കാതെ ടിവിക്കകത്ത് യൂട്യൂബ് കാണിക്കും. ടിവിക്കകത്ത് യൂട്യൂബ് ഇടുമ്പോൾ അവർ കാണുന്ന വീഡിയോസ് ഇതൊക്കെയാണ്. ഇപ്പൊ ഒരു കൊച്ചു കുട്ടി എടുത്ത് പോയിട്ട് ഈ പറഞ്ഞ വലിയ നടന്മാരെ കുറിച്ച് പറഞ്ഞാൽ അവർക്ക് അറിയത്തില്ല, കാരണം അവർ സിനിമ കാണുന്നില്ല. അവരാദ്യം ആകെ കാണുന്നത് പറഞ്ഞ ഞങ്ങളെപ്പോലുള്ള ഫേസുകൾ മാത്രമായിരിക്കും. അതെ, അങ്ങോട്ട് വരാം. മാത്രമല്ല സിനിമക്കാർ അത്രയും ഒരിക്കലും ആ ഒരു പോപ്പുലാരിറ്റിയിലോട്ട് എത്താൻ ഇൻഫ്ലുവൻസിന് പറ്റത്തില്ല. അത് സിനിമ വേറെയാണ്, ഇത് വേറെയാണ്. ലാസ്റ്റ് നമ്മളൊരു കാണുമ്പോൾ പറയുന്നത് എത്ര വലിയ രീതിയിൽ ആയാലും പറയുന്നത് ഇൻഫ്ലുവൻസർ ആ ഒരു ബാൻഡിൽ അറിയത്തുള്ളൂ. ഇപ്പൊ നമ്മൾ ഈ മൊബൈൽ ക്യാമറയുടെ മുമ്പിൽ അഭിനയിക്കുന്നത് പോലെയല്ലല്ലോ മൂവി ക്യാമറ. അവിടെ സ്പോട്ട് ലൈറ്റ് ഉണ്ട്, ആക്സസ് ഉണ്ട്, ഡയലോഗ് റെൻഡർ ചെയ്യണം നിങ്ങൾ കൃത്യമായിട്ട്, കണ്ടിന്യൂറ്റി നോക്കണം, നിങ്ങൾ ഇമോഷണൽ ആർക്കുണ്ട്, അങ്ങനെ ഒരുപാട് ഏരിയകളുണ്ടല്ലോ. അപ്പൊ നിങ്ങൾ തന്നെ സെറ്റ് ചെയ്തിട്ടുള്ള പല പല മീറ്ററുകളുണ്ട് നിങ്ങളുടെ റീൽസിൽ. ഇപ്പൊ അഖിലാണെങ്കിൽ ഈ ഷ്രിങ്ക് ചെയ്ത വോയിസിൽ സംസാരിക്കുന്ന ഒരു സമയത്ത് ഭയങ്കര വോയിസ് ഉണ്ട്. ഇപ്പൊ ഒരു കോമഡി സീൻ ഡെലിവറി ചെയ്യണമെങ്കിലോ അല്ലെങ്കിൽ കുറച്ച് ഇളകി ചെയ്യണം എന്നൊക്കെ പറയുന്ന ഏരിയയില് ആ റീലില് ചെയ്തിട്ടുള്ള അഖിലിനുണ്ടല്ലോ, അതിനെ എങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് മറന്നിട്ട് ഇത് ചെയ്യാൻ പറ്റും? അത് എളുപ്പമാണോ? അത് എളുപ്പമല്ല, ഇടയ്ക്ക് തന്നെ കയറി വരും. നമ്മൾ ചെയ്ത് നമുക്ക് കയറി വരും. അപ്പൊ ഈ കാണുന്ന ആൾക്കാർ അസോസിയേറ്റ് കാണും, അസിസ്റ്റന്റ് കാണും, അല്ലെങ്കിൽ ഡയറക്ടർ കാണും, പറഞ്ഞു തരും ഇതുപോലെ കുറച്ച് മീറ്റർ ഉറക്കി ആ സിനിമയ്ക്ക് വേണ്ട സംഭവം ഇടാൻ വേണ്ടി പറയാം. അപ്പൊ നമ്മൾ നോർമലി ഒന്ന് അറിഞ്ഞു കഴിയുമ്പോൾ അത് ഏകദേശം കറക്റ്റ് ആവാറുണ്ട്. എങ്ങനെയാ ഇപ്പൊ റീല് ചെയ്യുമ്പോഴുള്ള നമ്മുടെ ഫിസിക്കൽ മൂവ്മെന്റ്സ് അല്ലെങ്കിൽ ഹാൻഡിന്റെ ഒക്കെ ജസ്റ്റിക്കുലേഷൻസ് ഒക്കെ കുറച്ച് കൂടുതലായിരിക്കുമല്ലോ പലപ്പോഴും. അപ്പൊ പാട്ടിനൊക്കെ ട്രോളുന്ന സമയത്തോ അല്ലെങ്കിൽ പാട്ടിന്റെ ഡബിൾ മീനിങ് കണ്ടുപിടുത്തുന്ന സമയത്തൊക്കെ കുറച്ച് ഒരു പൊടിക്ക് കൂടുതലാണ് അതിന്റെ ബോഡി മൂവ്മെന്റ്സ് ഒക്കെ. പടത്തിൽ വരുമ്പോ ഇപ്പൊ എങ്ങനെയാ അതിനെ സ്വയം തിരിച്ചറിഞ്ഞ്? ഇല്ല, നമുക്ക് ഇതിന്റെ മുന്നേ ഒരു വർക്ക്ഷോപ്പ് വെച്ചിരുന്നു. അപ്പൊ ആ സമയത്ത് അവരെന്നോട് പറഞ്ഞ എന്താ വെച്ചാല്, ഞങ്ങൾക്ക് ഷാമോനെ വേണ്ട, ഞങ്ങൾക്ക് വർക്കിനെ മതി. വർക്കിനാണ് എന്റെ ക്യാരക്ടറിന്റെ പേര്. അപ്പൊ വർക്കിനെ മതി. അപ്പൊ അതിന്റെ മീറ്റർ ഇപ്പം പറഞ്ഞ പോലെ തന്നെ കുറച്ച് കുറക്കണം, അവിടെ കൂട്ടണം, കുറച്ച് ഇവിടെ അങ്ങനെയൊക്കെ ഒരു രീതിയിൽ നമ്മൾ അതിലോട്ട് മാറി. ഫസ്റ്റ് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു, കാരണം നമ്മളെപ്പോഴും ഒരേ ഒരു പാറ്റേണിൽ അങ്ങനെ റീൽസ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുന്ന ആൾക്കാരാണല്ലോ. ഞങ്ങൾക്ക് പെട്ടെന്ന് പാറ്റേണിൽ മാറാൻ ബുദ്ധിമുട്ടാ. അങ്ങനെ ഇപ്പൊ ഞാനൊക്കെ കുറെ ലേഡി ടൈപ്പ് ക്യാരക്ടേഴ്സ് കുറെ ചെയ്യാറുണ്ട്. അപ്പൊ എന്റെ കിടക്ക അങ്ങനത്തെ സാധനങ്ങൾ വരും, ആക്ഷൻസ് ഒക്കെ അങ്ങനെ വരും. അപ്പൊ ഇവര് പറയാം അങ്ങനെ ആ സാധനം വേണ്ട, ഈ ക്യാരക്ടർ വേറെയാണ്, അപ്പൊ ഈ ഒരു മീറ്ററിൽ പിടിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയൊക്കെ നമുക്ക് കുറെ കാര്യങ്ങൾ പറഞ്ഞു തരും. അപ്പൊ ഈ മീറ്ററിൽ പിടിച്ചിട്ടുണ്ട് എന്നാണ് എന്റെ ഒരു വിശ്വാസം. എനിക്ക് അറിയില്ല. ഇപ്പൊ ഈ സിനിമ നടനാവുക അല്ലെങ്കിൽ ഇൻഫ്ലുവൻസർ ആവുന്നൊക്കെ പറയുമ്പോഴേ പോപ്പുലാരിറ്റി ഉണ്ടാവും, നിങ്ങൾക്ക് കുറെ കാര്യങ്ങളുടെ ബ്രാൻഡ് എൻഡോഴ്സ്മെന്റ്സ് കിട്ടും, ഫുഡ് തൊട്ട് ഡ്രസ്സ് വരെ ഒക്കെ കിട്ടുമായിരിക്കും. പക്ഷെ അതല്ലാതെ ഈ പ്രൈവസി എന്ന് പറയുന്നൊരു ഏരിയ ഉണ്ടല്ലോ. ഇപ്പൊ നിങ്ങളുടെ പ്രണയ ജീവിതം അല്ലെങ്കിൽ നിങ്ങളുടെ കുട്ടികളുടെ ജീവിതം, നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു അമ്മളി പറ്റിയത്, നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ദുരന്തം സംഭവിച്ചത്, ഇതൊക്കെ ആളുകൾ എടുത്തിട്ട് റിയാക്ട് ചെയ്യും. നിങ്ങളപ്പുറത്ത് നിൽക്കുന്നുണ്ടാവും, ഇപ്പുറത്തെ ഒരാൾ വന്നിട്ട് ഇതിന്റെ തെറ്റും ശരിയൊക്കെ ചിലപ്പോൾ അതായിട്ട് ഒരു ബന്ധമില്ലാത്ത കാര്യങ്ങളൊക്കെ ചിലപ്പോൾ വിളിച്ചു പറയുന്നുണ്ടാവും. ഇത് ഉൾക്കൊള്ളാൻ ഇപ്പൊ എളുപ്പമാണോ? ആദ്യമൊക്കെ അത് ഭയങ്കര പാടായിരുന്നു. ആദ്യ സമയം നമ്മൾക്കൊന്നും എക്സ്പീരിയൻസ് ഇല്ലല്ലോ, ഇങ്ങനെയൊക്കെ ആൾക്കാർ ഓരോന്നൊക്കെ പറഞ്ഞു തുടങ്ങുമ്പോൾ. എനിക്കാണ് ഏറ്റവും കൂടുതൽ എനിക്ക് മെറ്റേണിറ്റി ഫോട്ടോഷൂട്ടിന്റെ ഒരു ഇതിനാ എനിക്ക് ഭയങ്കരമായിട്ട് നെഗറ്റീവ് വന്നു തുടങ്ങിയത്. അപ്പൊ ഞാൻ ആലോചിച്ചപ്പം എനിക്ക് ഇഷ്ടപ്പെട്ടൊരു എന്ന് വെച്ചാൽ ആ ഒരു ടൈം പീരീഡ് അത് അപ്പോഴേ കിട്ടുള്ളൂ. അപ്പൊ അതൊരു പെൺകുട്ടി നമ്മളടുത്ത് ഒരാൾ ഇങ്ങനെ ഒരു ഫോട്ടോഷൂട്ട് ചെയ്യാം. അപ്പൊ എനിക്ക് വെറൈറ്റി ചെയ്യുന്നത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ ആ ഒരു ഡിസ്നി ക്യാരക്ടറിന്റെ വെച്ചിട്ടാണ് സംഭവം. അപ്പൊ ഞാൻ പറഞ്ഞ എങ്കിൽ നമുക്ക് ചെയ്യാം, അത് ഇപ്പോഴല്ലേ കിട്ടുള്ളൂ. പിന്നെ ഒരു സമയത്ത് നമുക്ക് അയ്യോ ഇനി കുറെ കാലം കഴിഞ്ഞിട്ട് അയ്യോ അന്ന് അത് ചെയ്യാണ്ടായിരുന്നു. കുറെ ആൾക്കാർക്ക് ചെയ്യാൻ ആഗ്രഹമുണ്ട്, പക്ഷെ അവരെ വീട്ടിൽ പറ്റുന്നില്ല, സമ്മതിക്കില്ല. ചിലപ്പോൾ അവർ ഹസ്ബൻഡ് സമ്മതിക്കുന്നില്ലായിരിക്കും. അപ്പൊ അങ്ങനെയൊക്കെ വരുമ്പോ അവർക്ക് നോക്കുമ്പോ ഒരു അങ്ങനെ ചെയ്യണ്ടല്ലോ എന്നുള്ള രീതിയാവുന്ന സംഭവം. ഈ ഇടയ്ക്കും കൂടി എന്റെ അമ്മ സെക്രട്ടറിയിലെ പോലീസിൽ വർക്ക് ചെയ്യുന്നത്. അപ്പൊ അമ്മയ്ക്ക് ഡ്യൂട്ടി അവിടെ വന്ന സമയത്ത് ഒരു ആന്റി ഇതിനൊക്കെ എന്റെയും വൈഫിന്റെയും ഫോട്ടോ ഇങ്ങനെ എടുത്ത് വെച്ചിട്ട് പറയുക, ഇത് എന്താ ഇപ്പോഴത്തെ പിള്ളേർ എന്ത് ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞ് എന്റെ അമ്മയുടെ ഇങ്ങനെ കാണിക്കുക. അപ്പൊ അമ്മയുടെ അടുത്ത് നിന്നിട്ട് ഇയാളുടെ അമ്മയെ ഞാനെന്ന് അവര് പെട്ടെന്ന് അല്ല മാഡം എന്തല്ലേ ഇപ്പോഴത്തെ പിള്ളേർ ഇങ്ങനെയെന്ന് പറഞ്ഞു. അപ്പം അമ്മ അതിലാ ഇത് മരുമോളും മറ്റത് മോനുമാണെന്ന് പറഞ്ഞു. പിന്നെ അവര് പെട്ടെന്ന് അയ്യടാന്നായിട്ട്. അപ്പൊ ഈ അമ്മ ഈ ഇടയ്ക്ക് എന്റെ അടുത്ത് പറഞ്ഞത്
അപ്പൊ അങ്ങനെയൊക്കെ അവരെന്തെങ്കിലുമൊക്കെ പറയും. പിന്നെ അമ്മയ്ക്ക് പിന്നെ ആദ്യം എവിടെയെങ്കിലും കേട്ടിട്ടുണ്ട് ഇതിനൊക്കെ ഒരുപാട് നെഗറ്റീവ് ഉണ്ടല്ലോ അങ്ങനെ പറയാം. ഞാൻ പറയാം എന്റെ ലൈഫാണ്, അത് ഇഷ്ടമുള്ളത് ചെയ്യുന്നു, അങ്ങ് പോകുന്നു. അത് ബാക്കിയുള്ളവർ പറയുന്ന കേട്ട് നമുക്ക് നോക്കാൻ പറ്റൂലല്ലോ, കാരണം എല്ലാവർക്കും എന്റെ അതേ ചിന്താഗതിയാക്കി എടുക്കാൻ പറ്റത്തില്ല. സോ അവരെ ഇഷ്ടത്തിന് അവർ പറയട്ടെ, നമുക്ക് ഇഷ്ടമുള്ള കാര്യം ചെയ്യുക, പോവുക. ഇപ്പൊ നമ്മുടെ ഏജ് ഗ്രൂപ്പിലുള്ള ആളുകൾക്കൊക്കെ, അതായത് ഇപ്പൊ ഒരു 20 to 35 വരെയുള്ള ആളുകൾക്ക് ചിലപ്പോൾ ഇത് പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റുമായിരിക്കും. പക്ഷെ ഇത് ഫേസ്ബുക്കിലേക്കൊക്കെ പരിണമിച്ച ആളുകൾ ഉണ്ടാവുമല്ലോ, അതായത് ഒരു 60-65 അവരിലേക്ക് ഇപ്പൊ ഒരു വാർത്ത എത്തും, അല്ലെങ്കിൽ നിങ്ങൾ ഇപ്പൊ ഒരു വാർത്ത എത്തിക്കഴിഞ്ഞാൽ ഇങ്ങനെ ചെയ്തു അങ്ങനെ ചെയ്ത വാർത്ത അപ്പൊ ഇത് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്താൽ പോലെ അവര് നമ്മുടെ ഭാഗത്ത് സത്യം എക്സ്പ്ലെയിൻ ചെയ്താൽ കൊടുത്താൽ പോലെ മനസ്സിലാവാത്ത അവസ്ഥ ഉണ്ടാവുമായിരിക്കും. ഇതെപ്പോഴെങ്കിലും നേരിടണമെന്നുണ്ടോ? അതായത് ഇതല്ല കാര്യം പറഞ്ഞിട്ടും മനസ്സിലാവാത്ത അവസ്ഥ ഉണ്ടായിരുന്നു. ബസ് ഇട്ടാത്ത ആൾക്കാർ അതിൽ എക്സ്പ്ലെയിൻ ചെയ്യാറില്ല. അതായത് ഈ നെഗറ്റീവ് എന്ന് പറഞ്ഞു കഴിയുമ്പോൾ നമ്മൾ ഈ പബ്ലിക് ഫേസ് ആയി കഴിഞ്ഞാൽ റീൽ ചെയ്യാനോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കണ്ടന്റ് ക്രിയേഷനൊക്കെ തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ പബ്ലിക് 4 പേര് കാണും. സ്വാഭാവികമായിട്ടും അവരുടെ പോസിറ്റീവ് ഒപ്പീനിയൻസും നെഗറ്റീവ് ഒപ്പീനിയൻസും ഒക്കെ ഉണ്ടാവും. നമ്മളത് ഫേസ് ചെയ്യാനുള്ള ഒരു മനക്കെട്ടി ഉണ്ടാക്കിയെടുക്കുക. ഇല്ലെങ്കിൽ ചിലർക്ക് ഭയങ്കര മനക്കെട്ടി ആയിരിക്കും, ആരെന്ത് പറഞ്ഞാലും കുഴപ്പമില്ല എന്ന് പറഞ്ഞു പോകും. ചിലവരെ അത് തളർത്തും, ചിലവർ അത് ഓവർകം ചെയ്തു തരും, ചിലവർ അത് അവോയ്ഡ് ചെയ്തു തരും. ഞാൻ എങ്ങനെയുള്ള ആളെന്ന് വെച്ചാൽ ഞാൻ അത് കേൾക്കും, റിയാക്ട് ചെയ്യേണ്ടതെന്ന് എനിക്ക് തോന്നിയ കാര്യങ്ങൾ റിയാക്ട് ചെയ്യും, അല്ലാത്ത കാര്യങ്ങൾ ഇതിപ്പോ എല്ലാവരുടെ ലൈഫിലും ഉള്ളത് തന്നെയാണ്. എല്ലാ ക്രിയേറ്റേഴ്സും നെഗറ്റീവ് കമന്റ് കിട്ടാത്ത ക്രിയേറ്റേഴ്സ് ഉണ്ടാവും എന്ന് എനിക്ക് തോന്നുന്നില്ല. എല്ലാവർക്കും ചിലർക്ക് അത് കൂടുതലായിരിക്കും, ചിലർക്ക് മനഃപൂർവ്വം ടാർഗറ്റ് ചെയ്യുന്നുണ്ടായിരിക്കാം, ചിലർക്ക് അവരൊന്നും പോലും അറിയാതെ ചിലപ്പോൾ നെഗറ്റീവ് കമന്റ് വരുന്നവരായിരിക്കാം, അത് ഓവർകം ചെയ്യുന്നവരായിരിക്കും. പക്ഷെ അതൊക്കെ അവർ കണ്ടന്റ് ആക്കി മാറ്റുന്നവരുണ്ടാവും. ഇപ്പൊ നിങ്ങൾ ഈ പലപ്പോഴും ചില 2 കണ്ടന്റ് ക്രിയേറ്റേഴ്സ് ഒക്കെ തമ്മിലുള്ള പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ ഒരു സെറ്റ് ഓഫ് കണ്ടന്റ് ക്രിയേറ്റേഴ്സിന്റെ ഉള്ളിൽ തന്നെ ടീം ആയിട്ടൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഗ്രൂപ്പായിട്ടൊക്കെ തിരിഞ്ഞു വന്നിട്ട് ഇത് അങ്ങോട്ടും ഇങ്ങോട്ടുള്ള പോർവിളിയായി, പ്രശ്നങ്ങളായി, ഗുണ്ടവിളയായിട്ടായി, പത്രസമ്മേളനമായി, അങ്ങനത്തെ ലീഗിലേക്കൊക്കെ പല കാര്യങ്ങളും ഇവിടെ പോകുന്നുണ്ടല്ലോ. ഇത് കണ്ടിട്ട് ഇത് എങ്ങോട്ടാ ഇത് പോകുന്ന ചാനൽ ചർച്ചയാവുന്നു വൈകുന്നേരം. ഇത് നെഗറ്റിവിറ്റിയുടെ ഒരു എക്സ്ട്രീം പോകുന്നുണ്ട്. അങ്ങനെ ആലോചിക്കാറുണ്ടോ ഈ കാര്യം? നമ്മൾ തുടങ്ങിയ സ്ഥലത്തല്ല ഇതിപ്പോ നിൽക്കുന്നത്. അത് ചിലർ ചെയ്യണമെങ്കിൽ ഈ പറഞ്ഞ തൊട്ട് ഫ്രണ്ട്ഷിപ്പ് കാണത്തില്ല. അവർ ഈ പറഞ്ഞ നേട്ടത്തിന് വേണ്ടി മാത്രമായിരിക്കും ഗ്യാങ്ങിനെ വിളിച്ചു കൂട്ടി ചെയ്യും. അങ്ങനെയുള്ള ഏരിയാസ് വരുമ്പോഴാണ് അവർക്ക് ഈ പറഞ്ഞ തൊട്ട് ഈ പോര് വിളിക്കാനും തോന്നുന്നത്. ഈ ഫ്രണ്ട്ഷിപ്പ് നല്ലപോലെ ഉണ്ടെങ്കിൽ എത്ര പ്രശ്നം ഉണ്ടെങ്കിലും അത് അവരുടെ ഉള്ളിൽ തന്നെ തീർക്കാൻ വേണ്ടി ശ്രമിക്കും. ഞാൻ ടീമായിട്ട് ചെയ്യുന്നതാണ്, ഞങ്ങൾ തമ്മിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ട്, പ്രശ്നങ്ങളില്ലാത്ത ഒരു ടീം കാണത്തില്ല അല്ലേ, എല്ലാ ടീംസിനിടയ്ക്ക് പ്രശ്നം കാണും. പക്ഷെ അത് അവിടെ ഒരു സംസാരിച്ച് തീർക്കാന്നുള്ളേ ഉള്ളൂ. കാരണം നമ്മള് അഡ്ലാസ് ഞങ്ങളെല്ലാം ഫ്രണ്ട്സ് ആണ്. ആ ഒരു ബോധ്യം ഉള്ളവരാണെങ്കിൽ ഈ പറഞ്ഞ തൊട്ട് കാര്യത്തിൽ പോത്തില്ല എന്നാണ് എന്റെ. അല്ല, കാര്യം കാണാൻ വേണ്ടി വന്ന് നിൽക്കുമ്പോഴാണ് പ്രശ്നം. കാര്യം കാണാൻ വേണ്ടി വന്ന് നിൽക്കുന്നതല്ല, അല്ലാതെ നമ്മളൊരു ഫ്രണ്ട്ഷിപ്പിന്റെ ഇടയിൽ എല്ലാരും വളരുക എന്നുള്ള രീതിയിൽ ചെയ്തു കഴിഞ്ഞാൽ ഒരു കുഴപ്പമില്ല. അവിടെ ഒരുത്തൻ വളരണം, അല്ലെങ്കിൽ ഒരുത്തന്റെ എല്ലാം കേട്ടിട്ട് അവിടെ നിന്ന് അവന്റെ നെഗറ്റീവ് എല്ലാം എടുത്തിട്ട് പുറത്തു വിട്ട് കഴിഞ്ഞാൽ അങ്ങനെ റീച്ച് ആവണമെന്ന് വിചാരിക്കുന്നവരുണ്ട്. ഇപ്പം എല്ലാരും ഒന്ന് ആലോചിച്ച് നോക്കുക, എല്ലാവരും പേഴ്സണൽ ലൈഫിൽ ഒരു 24 മണിക്കൂർ ക്യാമറ വെച്ച് വിട്ടാൽ എല്ലാവരും പെർഫെക്റ്റ് ആണ്. ഞങ്ങളുടെ കേസ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ എനിക്കിവിടെ ഷൂട്ടിന്റെ ഇന്റർവ്യൂ കാര്യത്തിനൊക്കെ വരണം, എന്റെ നാട്ടിൽ വീഡിയോ എന്റെ ഫ്രണ്ട്സ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ അവരവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. ഒരു റണ്ണിങ് ഇൻഡസ്ട്രി 8 പേര് കഴിയുന്നത് ഇതുകൊണ്ടാണ്. അവര് വർക്ക് ഈ പറഞ്ഞ അവർക്ക് ചിലപ്പം എന്തെങ്കിലും വർക്ക് കാണും, പ്ലസ് ഇതിടെ വർക്ക് ചെയ്തിട്ടാണ് അവര് ഹാപ്പി ആയിട്ട് ജീവിക്കുന്നത്. ഇത് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റത്തില്ല. ഒരാൾക്ക് നശിപ്പിക്കണമെങ്കിൽ എളുപ്പമാണ്. പെട്ടെന്ന് കൂട്ടം നിൽക്കുന്ന ഒരാൾക്ക് നമ്മളെ നശിപ്പിക്കണമെന്ന് തോന്നിയാൽ എളുപ്പമാണ്. നമ്മളെ ഏറ്റവും കൂടുതൽ അറിയാന്നുള്ളത് നമ്മളെ അടുത്ത് നിൽക്കുന്ന ആൾക്കാരാണ്. പക്ഷെ എല്ലാവർക്കും കൂടെ വേണ്ടിയാണ് നടത്തുന്നുള്ള ഒരു തോട്ട് വരുമ്പോ പിന്നെ ആരും അങ്ങനെ ചെയ്യത്തില്ല. അതെ, അപ്പൊ നമുക്ക് എല്ലാവരും പേഴ്സണൽ ലൈഫിൽ നമ്മളിപ്പോ പയ്യന്മാരുടെ ആയിരിക്കുമ്പോൾ പല കാര്യങ്ങൾ പറയാറുണ്ട്, പല കാര്യങ്ങളും. അപ്പൊ ഇതെല്ലാം ഒരാൾ ഒപ്പിയെടുത്ത് ഇട്ട് കഴിഞ്ഞാൽ എല്ലാ ആൾക്കാരും ബാഡ് ആവും. ഇതിനകത്ത് ഏറ്റവും കൂടുതൽ സംഭവിച്ച ആൾക്കാർക്ക്, സോഷ്യൽ മീഡിയ ഉള്ള ആൾക്കാർക്ക് സക്സസ് കാണുന്നതിനേക്കാളും കൂടുതൽ ഇഷ്ടം ഒരു പതനം കാണാൻ വേണ്ടി. കാരണം ഞാൻ എക്സാമ്പിൾ പറയാം, അഖിലിന്റെ എക്സാമ്പിൾ പറയാം. അതായത് അഖിൽ എത്രയോ വീഡിയോസ് ചെയ്യുന്നു, അല്ലെങ്കിൽ എത്രയോ മെറ്റ റെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ള ഒരു ക്രിയേറ്ററൊക്കെയാണ്. പക്ഷെ അതിന് അഖിലിടുന്ന ഒരു പേഴ്സണൽ പോസ്റ്റിനേക്കാളും കൂടുതൽ റീച്ച് ഉണ്ടായിരിക്കും ഒരു 5000-10,000 പേരുള്ള ഒരു ഫേസ്ബുക്ക് ഗ്രൂപ്പിൽ അഖിൽ ഭയങ്കര റിപ്പിറ്റേറ്റീവ് ആണ് പെർഫോമൻസ് എന്ന രീതിയിൽ കംപ്ലീറ്റ്ലി നെഗറ്റീവ് ആയിട്ട് ഇട്ട് കഴിഞ്ഞാൽ അഖിൽ പേഴ്സണൽ പ്രൊഫൈൽ ഇടുന്ന ഇതിനേക്കാളും റീച്ച് ഉണ്ടാവും അഖിലിന് കുറ്റം പറയാനുള്ള ഒരു ഫോട്ടോ ഹേറ്റേഴ്സ് ഇല്ലാത്ത പേരെന്ന് പറഞ്ഞാൽ അങ്ങനെ ശ്രമിക്കാൻ ആൾക്കാര്. ഇപ്പൊ നമ്മുടെ പോസ്റ്റർ വെച്ചിട്ട് നസ്ലിനും ഈ പറഞ്ഞ തൊട്ട് ഹാഷിന്നൊക്കെ ശേഷം പിള്ളേർ വരുന്നു. അത് വന്നു കഴിഞ്ഞാൽ ഞങ്ങളെ തന്നെ കൊല്ലുന്നതിന് തുല്യമല്ലേ. അത് കാണുന്ന പോലെ തന്നെ വെറുതെ ചൊറിയാൻ തോന്നുന്നു. അത് കണ്ടു കഴിഞ്ഞാൽ പ്രോയ്ക്കാലും പിന്നെ അവന്മാര് ട്രോള് ഇനി ഇൻഡസ്ട്രി ഇവര് ഞങ്ങള് 3 പേരും. അത് വരുമ്പോ കാണുന്നവർക്ക് എന്തോ പ്രശ്നമാണ്, അത് ആണോ എന്നറിയണമല്ലോ. അങ്ങനെയൊക്കെ നെഗറ്റീവ് ഇഷ്ടം പോലെ ഇടാൻ വേണ്ടി. എന്താ അങ്ങനെ ഏറ്റവും ഡീമോട്ടിവേറ്റിംഗ് ആയിട്ട് തോന്നിയിട്ടുള്ള മറ്റേ ഇൻസ്റ്റാഗ്രാം വേൾഡ്?
ഇൻസ്റ്റഗ്രാമില് ഇല്ല, ഇത് നെഗറ്റീവ് തന്നെയായിരിക്കും. നെഗറ്റീവ് കമന്റ്സുകൾ നമ്മൾ ഇപ്പൊ കുറവാണ്. പക്ഷെ അല്ല, എനിക്ക് എന്നെക്കാളും വിഷമം തോന്നാറുണ്ട് വേറെ ചിലരുടെ കമന്റ് ബോക്സ്. എനിക്ക് ഇങ്ങനെ പേഴ്സണലി ജഡ്ജ് ചെയ്യുന്ന എനിക്ക് തീരെ ഇഷ്ടമല്ല. അത് നമുക്ക് ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു കാര്യമാണ്. ഇപ്പൊ നമുക്ക് വേണമെങ്കിൽ നമ്മൾ ചെയ്യുന്ന കോണ്ടന്റ്സിനെ വെച്ചിട്ട് അവർക്ക് പറയാം ആക്ടിങ് ഭയങ്കര ഓവറാണ്, അതൊന്ന് കുറക്ക്, അല്ലെങ്കിൽ ആ ഡ്രസ്സ് നീ കഴിഞ്ഞ വീഡിയോയിൽ ഇട്ട്, അങ്ങനെയൊക്കെ പറഞ്ഞ ഓരോ സാധനങ്ങൾ വരും. പക്ഷെ ഇത് ജഡ്ജ് ചെയ്യും നമ്മളെ. അതായത് ഒരു റീലാണ് കണ്ടിട്ട് ഓ അവൻ എങ്ങനെ തന്നെയാണ് എന്ന് പറഞ്ഞിട്ട് ജഡ്ജ് ചെയ്ത് അങ്ങനത്തെ കമന്റ് ഇടുന്നു. എനിക്ക് തോന്നുന്നു പഴമക്കാര് ഇടുന്നത് പിന്നെയോ, അതായത് അവരുടെ സാഹചര്യത്തിൽ വളർന്ന സാഹചര്യത്തിൽ അങ്ങനെ ആയിരിക്കൂല, ആ കാലത്ത് ചിലപ്പോ അങ്ങനെ ആവൂല. അപ്പൊ അത് വെച്ചിട്ടായിരിക്കും അവര് ടാർഗറ്റ് ചെയ്യാൻ ഈ മതം ഏരിയ ഇഷ്ടം പോലെ. ഇന്നത്തെ ഈ മതം എന്നൊക്കെ പറയുന്ന ഒരാൾക്കാരുടെ പേഴ്സണൽ ഫീലിംഗ്സ് മതം നോക്കി ഈ പറഞ്ഞ സിനിമ കാണാൻ പോകുന്ന ആൾക്കാര്, മതം നോക്കി റീല് കാണുന്ന ആൾക്കാരുണ്ട്, മതം നോക്കി ഫോളോ ചെയ്യുന്ന ആൾക്കാരുണ്ട്, പല ആൾക്കാരും ഉണ്ട്. ഞാനൊരു വീഡിയോയിൽ ഇതേപോലെ ഞാൻ ഇങ്ങനെ മതം ഫോളോ ചെയ്യുന്ന ഒരാളല്ല എന്ന് പറഞ്ഞപ്പോ ഒരു കുട്ടി കമന്റ് ചെയ്താണ്, ഞാൻ മുസ്ലിം ആണെന്ന് വിചാരിച്ചിട്ടാണ് ഷാമോനെ ഫോളോ ചെയ്ത് അൺഫോളോ ചെയ്യുന്നു ബൈ എന്ന് പറഞ്ഞു. അല്ല അങ്ങനെ ഉണ്ട്, ഈ പറഞ്ഞ അവിടെ ഉണ്ട്, ഇവിടെ ഉണ്ട്, എല്ലായിടത്തും ഉണ്ട്, എല്ലായിടത്തും ഉള്ളതാണ്. ഞാൻ ഈ സിനിമയിലേക്ക് വരികയാണ്. ഇത് ആരാണ് ആക്ടർ എന്നാണ് എന്നോട് പറയേണ്ടത്. മഹാരാജ ഹോസ്റ്റലിൽ നിങ്ങൾ 4 പേര് വർക്ക് ചെയ്തിട്ടുണ്ടല്ലോ, ഏറ്റവും അരി വെറുക്കുന്ന ആക്ടറായിട്ട് നിങ്ങൾക്ക് തോന്നിയിട്ടുള്ള എനിക്ക് പ്രശ്നം ഞാൻ കാരണം കുറെ ടേക്കുകളൊക്കെ പോയിട്ടുണ്ട് ചില സീനുകളൊക്കെ. അതെന്താന്ന് വെച്ചാ ഭയങ്കര മെമ്മറി പവറാണ്. ചെറിയ ചെറിയ വാക്കുകൾ മാത്രമേ മൈൻഡിൽ ഉണ്ടാവുള്ളൂ. എനിക്ക് ചിലപ്പോൾ ഇവരുടെ ഡയലോഗ് ഓർമ്മ ഉണ്ടാവും, പക്ഷെ എന്റെ ഡയലോഗ് എത്തുന്ന സമയത്ത് ഞാൻ മറന്നു. ഇവൻ സീരിയസ് ആയിട്ട് ചൂടാവുന്ന ഒരു സീനുണ്ട് അഖിലിനോട്. ഡയലോഗ് ഞാൻ പറയുന്നത് ഇവരെന്തൊക്കെയോ പറയുന്നത്, ഞങ്ങള് ചിരിക്കായിരുന്നു. അത് ഏറ്റവും കൂടുതൽ അരി പറിക്കാൻ ഞാൻ തുടക്ക സമയത്ത് വർക്ക്ഷോപ്പ് ഒക്കെ ഉണ്ടായിരുന്നു. ആ സമയത്ത് ഇവരൊക്കെ നന്നായിട്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ പഠിച്ചോനെ ഞാൻ പണി പാളി, എന്നെ ഇവരെടുത്ത് ഇവർക്ക് അബദ്ധമായി തോന്നിയിട്ടുണ്ടാവോ പോയാലോന്നൊക്കെ ഞാൻ വിചാരിച്ചിരുന്നു. ഭയങ്കര ബുദ്ധിമുട്ടായി. നമ്മൾ ഈ റീൽ ചെയ്ത് നമ്മുടെ ഇഷ്ടത്തിന്, എന്റെ ഇഷ്ടത്തിന് മാത്രം, ഞാൻ ഇങ്ങനെ ടീമായിട്ട് പോലല്ല റീൽ ചെയ്യുന്നത്, എന്റെ ഇഷ്ടത്തിന് മാത്രം റീൽ ചെയ്ത് ഒരു സിനിമയിൽ അവസരം വന്ന് വർക്ക്ഷോപ്പിന് വന്നപ്പോൾ ഇവരൊക്കെ ഒരു ഡയറക്ടർ പറയുന്ന പോലെ ചെയ്യുന്നുണ്ട്. ഞാൻ അവിടെ ബബ്ബ അടിച്ചിരിക്കുക. അപ്പൊ ഞാനൊന്ന് പാളി. ഞാൻ ഭയങ്കര കോൺഫിഡൻസിൽ വന്ന കുഴപ്പമില്ല, ഇവരെക്കാളൊക്കെ നന്നായിട്ട് എനിക്ക് അഭിനയിക്കാനൊക്കെ പറ്റും എന്നുള്ളൊരു കോൺഫിഡൻസിലൊക്കെ വന്നിരുന്നു. പിന്നെ ഇവിടെ എത്തി ഇവരൊക്കെ ചെയ്യുന്ന കണ്ടപ്പോ എന്റെ ആ കോൺഫിഡൻസ് ഫുള്ള് പോയി. ഇല്ല, തുടക്കത്തിൽ ഉണ്ടായിരുന്നുള്ളൂ, പിന്നെ കുറച്ച് ഇവർക്ക് ശീലമായി. അല്ല അവനും നമുക്കല്ല അവർക്ക് ശീലമായി. ആരാ കൂട്ടത്തിൽ ഏറ്റവും സിംഗിൾ ടേക്ക് ആർട്ടിസ്റ്റ്? ഈ ഒറ്റ ടേക്കിൽ അത് പിന്നെ പെട്ടെന്ന് ഭയങ്കര പറഞ്ഞു കൊടുക്കുന്നതിനേക്കാളും കൂടുതൽ ഇരട്ടി ചിലപ്പോ കയ്യിൽ നിന്ന് ഇടുന്നത് നല്ല അർത്ഥത്തിലാണ്. കയ്യിൽ നിന്ന് കുറെ നമ്മൾ ഇട്ടിട്ടുണ്ട്, അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട്. അല്ല ഞാൻ സത്യം അല്ല സീരിയസ് ഇല്ല, നല്ല കുറെ ഡയലോഗ്സ്. ഏറ്റവും പ്രൊഫഷണൽ ആയിട്ടുള്ള ആക്ടർ ആരാ? കൃത്യസമയത്ത് സെറ്റിൽ വരിക, നിഷ്ഠയുടെ കാര്യത്തിൽ കറക്റ്റ് ആയിരിക്കും, ഇൻസിഡന്റ് വെച്ച. അല്ല നമ്മളെല്ലാരും ഒരു വണ്ടിയിലാണ് പോകുന്നത്. അങ്ങനെയല്ലടാ, നമ്മള് കോളേജ് ഷൂട്ടിന് സമയത്ത് ഞങ്ങൾ ഒരുമിച്ചായിരുന്നു സ്റ്റേ. ഇപ്പൊ ഇവൻ വേറെ ആയിരുന്നു. അപ്പൊ ഇവന് സുബൈക്ക് അവിടെ എത്തിയിട്ടുണ്ടാവും. സെക്യൂരിറ്റി എത്തുന്നതിന് മുന്നേ കോളേജിന്റെ ഗേറ്റിന്റെ അവിടെ എത്തും. എന്നിട്ട് അഷ്കർക്ക എവിടെ എത്തി, ഞാൻ അവിടെ നമുക്കറിയാം അവിടെ പോയത് 7 മണി ടൈം പറഞ്ഞു കഴിഞ്ഞാൽ 6 മണി പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കൊരു 5:55 ആകുമ്പോ അവിടെ എത്തിയിരിക്കണം. ഇതൊക്കെ വല്ലാത്തൊരു ഫീലിംഗ് ആണ്. അങ്ങനെ പറ്റും, കുളിച്ച് കുറിയൊക്കെ തൊട്ടേ വരും. കുളിച്ചില്ലെങ്കിലും കുറിയോടും അവിടെ പോയി അലമ്പോ. ഭയങ്കര പങ്ക്ച്വാലിറ്റിയാണ്. ഓക്കെ ഓക്കെ ഓക്കെ. ഏറ്റവും അധികം ഈ മെത്തേഡ് ആക്ടിങ്, അതായത് കഥാപാത്രമായിട്ട് ജീവിക്കുക, ഏറ്റവും അധികം സംശയങ്ങളൊക്കെ ചോദിക്കുന്ന ആക്ടർ, അതായത് ഈ കഥാപാത്രത്തിന്റെ ചെരുപ്പിന്റെ സൈസ് എത്രയായിരിക്കും, ഈ കഥാപാത്രം ഇങ്ങനത്തെ ഡയലോഗ് പറയില്ല, അങ്ങനെ ഏറ്റവും മെത്തേഡ് ആക്ടർ മാമനായിരിക്കും. മെത്തേഡ് ഒരു ആഡ് ചെയ്തിട്ടില്ല നീ? മെത്തേഡ് സീൻ ഉദ്ദേശിച്ചത് കട്ടിയല്ലേ ഇത്ര നേരം ചോദിച്ച് എന്റെ കഥയെ കേട്ട് വന്നപ്പോ ഒരു ഇത്തിരി ആൾക്കാർക്ക് ഒരു ഇതുണ്ടായിരുന്നു. മെത്തേഡ് ആക്ടിങ്ങിൽ എന്താ ചെയ്യുന്നത്? ഇല്ല, ഒരു ബന്ധമില്ല. ഏറ്റവും അധികം വേൾഡ് ക്ലാസ് സിനിമ കാണുന്ന ആക്ടർ ആരാ? ഇപ്പൊ ഗോഡ് ഫാദർ കണ്ടിട്ടുണ്ടോ നിങ്ങള്? അല്ലെങ്കിൽ ക്രിസ്റ്റഫർ നോളന്റെ പടങ്ങളുണ്ട് അങ്ങനെ? ഞാൻ പഴയ പടങ്ങളെ കാണുന്നുള്ളൂ. അതായത് ഭയങ്കര എല്ലാരും ഇഷ്ടപ്പെടുന്ന പടങ്ങള്, നമ്മുടെ മലയാളത്തെ സാധനങ്ങള്, ഇപ്പൊ പപ്പേട്ടന്റെ പടങ്ങള്, ഭരതൻ സാറിന്റെ പടം, അങ്ങനത്തെ സാധനങ്ങളെ കാണാറുള്ളൂ. അല്ലാണ്ട് ഗോഡ് ഫാദർ അങ്ങനത്തെ ഒന്നും കണ്ടിട്ടില്ല. നോളന്റെ പടങ്ങളോ അങ്ങനെയൊന്നും കണ്ടിട്ടില്ല. ഓക്കെ 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 ഓക്കെ. ഇപ്പൊ ഈ
നിങ്ങളിൽ അഭിനയിക്കാൻ വന്നു കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ് കമ്പാരിസൺ വരാനായിട്ട് പോകുന്നത് ഹാഷറായിട്ട്. ഉറപ്പായിട്ടും അടുത്ത ഹാഷർ നിങ്ങളിൽ ആരാവും? അതാണ് troll ആവാനുള്ള ഏറ്റവും സാധനം. ഏറ്റവും വലിയൊരു കാര്യം. അപ്പൊ പേഴ്സണലി ആളുകളൊന്നും ഉപദേശിച്ചിട്ടുണ്ടോ ഹാഷറിനെ പോലെ തുടങ്ങണം, അല്ലെങ്കിൽ ഹാഷർ എത്തി അപ്പൊ അറിയാലോ ഹാഷറിന്റെ ഒരു റേഞ്ച് അറിയാലോ, നിങ്ങളിൽ നിന്നൊക്കെ അതാണ് പ്രതീക്ഷിക്കുന്നത്, അങ്ങനെ ആളുകൾ ഉപദേശിക്കുക അല്ല അങ്ങനത്തെ ഒരു പ്രഷർ എടുക്കുകയോ ചെയ്യുന്ന ഉണ്ട് കേട്ടോ. സംഭവം തിയേറ്ററിലൊക്കെ സിനിമ കാണാൻ പോകുമ്പോഴേ ഇൻഫ്ലുവൻസ് അഭിനയിച്ച സിനിമ കാണാൻ പോകുമ്പോൾ ചിലപ്പോൾ ചോദിക്കും കണ്ടോ അവരൊക്കെ കേറി ഇങ്ങനെ ഇരുന്നു. അങ്ങനെ പറയാറുണ്ട്. അത് പിന്നെ എനിക്ക് സിനിമ തിയേറ്ററിൽ പോകുന്ന ഒരു ഇതായിരുന്നു. കാരണം നമ്മളൊക്കെ ആൾക്കാർ കളിയാക്കുമായിരുന്നു. പിന്നെ കുറെ കഴിഞ്ഞപ്പോൾ വിചാരിച്ചു എന്തിനാ കളിയാക്കട്ടെ എന്തെങ്കിലും നമ്മളൊരു ദിവസം കയറും. പക്ഷെ ഒരിക്കലും ഹാഷറിനെ വെച്ച് കമ്പയർ ചെയ്യാൻ പറ്റത്തില്ല. കാരണം ഈ പറഞ്ഞ തൊട്ട് ഇപ്പൊ ഏറ്റവും കൂടുതൽ ട്രെൻഡിങ് ആയിട്ടിരിക്കുന്ന ഒരാളാണ്. പക്ഷെ നമ്മൾ പണ്ട് ഈ പറഞ്ഞ ടിക്ടോക്ക്, ഇൻസ്റ്റയിൽ അല്ലെങ്കിൽ ഇതുപോലെ റീലിന്റെ ഒരു സംഭവം സ്റ്റാർട്ട് ചെയ്തപ്പോൾ വീഡിയോ സ്റ്റാർട്ട് ചെയ്തപ്പോൾ പക്ഷെ നമുക്ക് ആ ടൈമിൽ കുറച്ച് ട്രെൻഡിങ് പോപ്പുലാരിറ്റി കാണുമായിരുന്നു. ആ ടൈമിൽ നമുക്കുണ്ടായിരുന്നു. പക്ഷെ കുറെ ടൈം നമ്മളെ പതിയെ ലൂസ് ചെയ്യും. ആൾക്കാർ കുറെ കണ്ട് മടുത്ത് കുറെ ഹേറ്റേഴ്സ് വരും. അങ്ങനെ നമ്മളങ്ങനെ നിൽക്കുന്ന ടൈമാണ്. അപ്പൊ ഈ പറഞ്ഞ ഒരിക്കലും നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റത്തില്ല. അങ്ങനെ അടുത്തൊരു ഹാഷർ ആവണം. ഇപ്പൊ ടാർസനൊക്കെ പടത്തിൽ കയറി നന്നായി അഭിനയിക്കുന്നുണ്ട്. അവിടെ നിന്നൊക്കെ ഉപദേശങ്ങൾ വരുന്നുണ്ടോ? ഇങ്ങനെ പടം വേണം എടുക്കാൻ, ജോമനൊക്കെ ഉപദേശിക്കുന്നുണ്ടോ? അല്ല അങ്ങനെയൊന്നുമില്ല. നല്ല പടങ്ങൾ ചെയ്യണം എന്നൊക്കെ പറയാറുണ്ട്. കാണുമ്പോഴൊക്കെ പറയണ്ട നല്ല പടം നല്ല സ്റ്റോറി ഒക്കെ നോക്കിയെടുക്ക് എന്നൊക്കെ പറയും. ഇപ്പൊ നിങ്ങളുടെ ഒരു പ്രധാനപ്പെട്ട ഓഡിയൻസ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ സിനിമ കാണാൻ പോകുമ്പോഴായാലും നിങ്ങളുടെ റീൽ കാണാൻ പോവുകയാണെങ്കിൽ അതൊക്കെ ജെൻസി ജെന്നാൽഫ കുട്ടികളാണ്. അവരെ പറ്റി നിങ്ങൾ എന്തൊക്കെയാ മനസ്സിലാക്കി? അത് ഓരോരുത്തർക്കും ഓരോ ടൈപ്പ് ആൾക്കാർ ഫോളോ ചെയ്യുന്നുണ്ട്. ഇപ്പൊ എന്റെ വെച്ച് നോക്കുമ്പോൾ കുട്ടികളാണ് തീരെ ഏറ്റവും കൂടുതൽ എന്റെ വീഡിയോസ് കാണുന്നത് യൂട്യൂബിൽ ചെറിയ കുട്ടികളാണ്. ഏകദേശം ഒരു 10 വയസ്സിന് താഴെയുള്ള ഏറ്റവും കാണുന്നത്. പിന്നെ ഈ പറഞ്ഞ പോലെ ഇൻസ്റ്റാഗ്രാം വരുമ്പോൾ കുറച്ച് മിഡിൽ ആൾക്കാരുണ്ട്. ഫേസ്ബുക്കിൽ തെറി വിളിക്കാൻ വേണ്ടി ഒരു അമ്മമാരുണ്ട്. അല്ല എല്ലാം ഉണ്ട്. അപ്പൊ എന്റെ കൂടുതലായിട്ടുള്ളത് കുട്ടികളാണ്. പക്ഷെ ഇവന് വരുമ്പോൾ എനിക്ക് മെച്ചൂർഡ് ആയിട്ടുള്ള ആൾക്കാരാണ് കൂടുതൽ എന്റെ ഫോളോവേഴ്സ്. 30-35 നമ്മുടെ ഏജിനേക്കാൾ കുറച്ച് കൂടിയ ആൾക്കാരൊക്കെ കൂടുതൽ വിമൻസ് ഒക്കെയാണ്. അങ്ങനെ അല്ല എനിക്ക് എല്ലാ ആൾക്കാരും ഉണ്ട്. എല്ലാത്തിനുള്ള ആൾക്കാരും അവിടെ തന്നെ ഉണ്ട്. ചീത്ത വിളിക്കാനും വീഡിയോക്ക് നല്ല കമന്റ്. അല്ല ഏജ് ഗ്രൂപ്പ് ആരാ വരുന്നത്? ഏജ് ഏറ്റവും കൂടുതൽ വരുന്നത് മറ്റേ 18-24 ആ ഒരു ഏജ് തന്നെയാണ് കൂടുതലും വരുന്നത്. ഓക്കെ, മാമൻ എങ്ങനെയാ അവസ്ഥ? നമ്മളെ ഈ സമ്പ്രദായക്കാരൻ. ഓക്കെ. നിങ്ങളപ്പോ ഇങ്ങനെ എക്സ്പെക്ട് ചെയ്യുന്നുണ്ടോ നിങ്ങളുടെ ഈ ഓഡിയൻസും അല്ലെങ്കിൽ നിങ്ങളുടെ ഈ ഫോളോവേഴ്സും പടം കാണാൻ തിയേറ്ററിൽ വന്നാൽ, അതായത് നിങ്ങളുടെ എല്ലാവരുടെയും ഫോളോവേഴ്സിന്റെ ഒരു പകുതിയെങ്കിലും ഫസ്റ്റ് വീക്കോ വന്നു കഴിഞ്ഞാൽ തന്നെ ഈ പടം വർക്ക് ആയിരിക്കും ബേസിക്കലി? അങ്ങനെ ചിന്തിക്കുന്നുണ്ടോ? അങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുന്നുണ്ടോ? വന്ന് കാണുന്നവര് നല്ലത് പറയുക എന്നുള്ളതാണ്. അല്ല എനിക്ക് വേറെ കാര്യമുണ്ട്. മറ്റേന്ന് പറയുമ്പോൾ ഫ്രീ ഓഫ് കോസ്റ്റാ. ഫോൺ എടുത്ത് വെച്ച് കണ്ട ഇന്റർനെറ്റ് ഉണ്ടെങ്കിൽ കാണാം. വളരെ പ്രാക്ടിക്കലായ മനുഷ്യനാണ്. അല്ല ഇത് സിനിമ എന്ന് പറയുമ്പോൾ ഈ 10-150 രൂപ കൊടുത്ത് കാണേണ്ട ഒരു സംഭവമാണ്. അപ്പൊ ചിന്തിച്ച് അവര് പോത്തുള്ളൂ. ഇപ്പൊ ആരഭിനയിച്ചെന്ന് പറഞ്ഞാലും പടം നല്ലതാണെങ്കിൽ ഈ റിവ്യൂ നോക്കി പോകുന്ന ഒരു കാലമാണ് ഇപ്പൊ. പിന്നെ എല്ലാം നോക്കും. ഇപ്പൊ നമ്മളൊരു ഹാഷിന്റെ പടമൊക്കെ പറയുമ്പോ ഹാഷിന്റെ ഒക്കെ പടമാണ് റീലൊക്കെ ചെയ്താൽ അപ്പൊ നമുക്ക് ആ ഒരു എക്സ്പെക്ടേഷൻ ഉണ്ടാവില്ല. തിയേറ്ററിൽ കാണുമ്പോൾ തന്നെ ഡോമാരെ പടം കണ്ടേ പറ്റൂ. ഇപ്പൊ ബ്രോ വാഴ ഇറങ്ങി ഫസ്റ്റ് ഡേ പോയി കണ്ടോ? ചില ആൾക്കാര് അത് റിവ്യൂ നോക്കിയിട്ട് അല്ലേ കാണുള്ളൂ. അതേപോലെ അല്ല നമ്മൾ ഈ ഇൻഡസ്ട്രിയിൽ ആയതുകൊണ്ട് എനിക്ക് ഹൊറർ കോമഡി ആണല്ലോ. ഈ ഹൊറർ എന്ന് പറയുന്ന എലമെന്റിൽ തന്നെ നമ്മൾ ഒരുപാട് സെറ്റ് ഓഫ് ക്ലീഷകൾ വെച്ചിട്ടുണ്ട്. അതിപ്പോ ഏത് ഹൊറർ ആയാലും, കോഞ്ചറിങ് ആയാലും ശരി, ഈവിൾ ഡെഡ് ആയാലും ശരി, ഇൻസീഡിയസ് ആയാലും ശരി ഒക്കെ, അല്ലെങ്കിൽ ഇപ്പൊ മലയാളത്തിലെ ആകാശഗംഗ ആയാലും ശരി, എല്ലാത്തിനും എസ്രക്കൊക്കെ ഒരു പൊതുവായിട്ടുള്ളൊരു അവസ്ഥയുണ്ട്. അപ്പൊ ഇതിൽ എന്തൊക്കെ ക്ലീഷകൾ വെച്ചിട്ടുണ്ട്, എന്തൊക്കെ ക്ലീഷകൾ ബ്രേക്ക് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. കുറെ ക്ലീഷകളിനകത്തുണ്ട്. ക്ലീഷകളില്ലാത്ത പടം ഇല്ല. ഹോസ്റ്റലിലെ സംഭവം എടുത്താൽ പോലും ഹോസ്റ്റലിന് കുറെ ക്ലീഷകളുണ്ട്, ഇല്ലെന്ന് പറയത്തില്ല. ഹൊറർ സീക്വൻസ് എടുത്താൽ പോലും ക്ലീഷകളുണ്ട്. പക്ഷെ എല്ലാം ഉണ്ട്. പക്ഷെ ഇതിനൊക്കെ മാറിയ ഒരു വ്യത്യസ്ത കഥ പറയുന്നുണ്ട്, ഒരു പ്ലോട്ട് പറയുന്നുണ്ട്. അതെന്തായാലും വെറൈറ്റി തന്നെ ആയിരിക്കും. അതാണ് മഹാരാജ ഹോസ്റ്റലിന്റെ ഏറ്റവും ഒരു പ്രത്യേകത. അതിലാണ് എനിക്ക് പടം ഇഷ്ടപ്പെട്ടത്. ഈ പറഞ്ഞ എനിക്ക് അഭിനയിക്കാൻ തോന്നിയത് ആ ഒരു പോയിന്റിലാണ്. ഞാൻ കേട്ടില്ലാത്തൊരു ഒരു ഐറ്റം ഇങ്ങനെ അതിനകത്ത് കിടപ്പുണ്ട്. ഹൊറർ സിനിമകൾ ഉണ്ടാക്കുമ്പോൾ അതിൽ നിന്ന് എന്തായാലും മാറ്റണം തോന്നുന്ന ഒരു ക്ലീഷ എന്താണ്? ചെറിയ കുട്ടി ബാക്ക്ഗ്രൗണ്ടിൽ കരഞ്ഞുകൊണ്ട് ഓടുന്നത്, ഈ പട്ടി പൂച്ച കരയുന്നത്, ആളുകൾ വീട് മാറുന്നത്, എന്തൊക്കെ പ്രേതാനുഭവം ഉണ്ടായിട്ട് ആ വീട്ടിൽ തന്നെ താമസിക്കുന്നത്, ഏത് എലമെന്റാ മാറ്റം? ആണി ഇളക്കിളക്കി വീഴുന്നത്, ഏതാ മാറ്റേണ്ടത്? ഏതാണ് അത്യാവശ്യമായിട്ട് റിമൂവ് ചെയ്യേണ്ട ക്ലീഷ? എനിക്ക് തോന്നുന്നു പണ്ടത്തെ പ്രേതങ്ങൾ വെച്ച് നോക്കുമ്പോ ഇപ്പൊ ഡ്രസ്സിംഗ് ഒക്കെ മാറിയിട്ടുണ്ട്. പ്രേതത്തിന്റെ ക്യാരക്ടേഴ്സ് മാറിയിട്ടുണ്ട്. ഇപ്പൊ ഫുഡ് കഴിക്കുന്ന പ്രേതം, ഷോപ്പിംഗ് ഓൺലൈൻ ഷോപ്പിംഗ് ചെയ്യുന്ന പ്രേതം, സാമ്പാർ കഴിക്കുന്ന പ്രേതം. അതെ റോസി ഒക്കെ ആ ട്രെൻഡ് കൊടുക്കുന്നത്. റോസി വന്നപ്പോഴാണ് എനിക്ക് വെള്ളസാരി മാറി കളർ സാരി ആയത് അല്ലെ, മഞ്ഞ റോസ് അങ്ങനത്തെ കളർ സാരി ഒക്കെ മാറിയില്ല. എന്റെ ഒരു കൺസെപ്റ്റ് പ്രേതത്തെ അങ്ങനെ കാണിക്കാൻ പാടില്ല. അതൊരു സൂപ്പർ നാച്ചുറൽ പവർ ആയിട്ട് നിൽക്കണം. അപ്പൊ അത് പേടി കറക്റ്റ് ആയിട്ട് കിട്ടും. മറ്റേ പ്രേതത്തെ കാണിച്ച പ്രേതം ആ ഒരു ഫീൽ വരും. അല്ല ഞാൻ ഇപ്പൊ പറഞ്ഞപ്പോഴാലോചിച്ച് നമ്മൾ ഒരു വീട്ടിൽ താമസിക്കുന്നു, അവിടെ പ്രേതത്തിന്റെ ഒരു
ചെറിയൊരു മൂമെന്റ് നമ്മൾ ശ്രദ്ധയപ്പെടുമ്പോ തന്നെ പിന്നെ അവർ അവിടെ തന്നെ ഈ പടം തീരുന്നവരെ അവിടെ തന്നെ താമസിക്കുന്നത് എന്തിനാ? ഞാനൊക്കെയാണ് ഒരു ചെറിയ പ്രശ്നം തോന്നിക്കഴിഞ്ഞാൽ അപ്പൊ തന്നെ ആ വീട് വിട്ട് പോകും. ഇവർ ആ പടം തീരുന്നവരെ ആ വീട്ടിൽ തന്നെ ആയിരിക്കും. ഇംഗ്ലീഷ് പടത്തിലൊക്കെ വെറൈറ്റി, ചെറിയ കൊച്ചിനൊക്കെ ഒരു റൂമൊക്കെ കൊടുത്തു. ഇങ്ങനെ ഒരു പ്രശ്നമുള്ള സമയത്ത് നമ്മളെ കൂട് കിടത്തൂലേ, അവിടെ അതൊന്നുമില്ല. അങ്ങനെ ആ സംഭവം എനിക്കിപ്പോ ആലോചിക്കുമ്പോൾ ശരിയാണ്. നമ്മളൊരു വീട്ടിലൊരു പ്രശ്നം ഉണ്ട് തോന്നിക്കഴിഞ്ഞാൽ അപ്പൊ തന്നെ ആ വീട് അങ്ങ് മാറണം. ഓക്കെ, മഹാരാജ ഹോസ്റ്റൽ ഏറ്റവും ചീപ്പായിട്ടുള്ള ഹോസ്റ്റലായിട്ടാണല്ലോ പടത്തെ ഡിസ്ക്രൈബ് ചെയ്യുന്നത്. നിങ്ങൾ നിങ്ങളുടെ ഇത്ര കാലം ജീവിച്ച ജീവിതത്തിൽ ഏറ്റവും അധികം ചീപ്പായിട്ട് നിന്നിട്ടുള്ള ഒരു സ്ഥലം ഏതായിരിക്കും? ചീപ്പായിട്ട് നിന്നിട്ടുള്ള നമ്മുടെ വീട് തന്നെ ആയിരിക്കും. അല്ല വീട് പറയുന്നില്ല, വീടല്ലാതെ മാറിയുന്നതിൽ ഏറ്റവും ചീപ്പായി നിന്നിട്ടുള്ള ഒരു താമസം, ഒരു ലോഡ്ജോ അല്ലെങ്കിൽ ഒരു ഹോട്ടലോ, അങ്ങനെ ഏറ്റവും ചീപ്പായി നിന്ന സ്ഥലം ഏതായിരിക്കും? ട്രാവൽ ചെയ്യുമ്പോൾ നിൽക്കൂല നമ്മള്. ട്രാവൽ ചെയ്യുമ്പോൾ നിന്നിട്ടുള്ളതൊക്കെ അത്യാവശ്യം എനിക്കങ്ങനെ ചീപ്പൊന്നുമില്ല, എല്ലാം അത്യാവശ്യം. എപ്പോഴാണ് നിന്നിട്ടുള്ളത്? ഞാനിപ്പോ ലേറ്റസ്റ്റ് ആയിട്ട് ഹംപി പോയിരുന്നു. അപ്പൊ ഹംപി പോയ സമയത്ത് നാട്ടിലെ ഫ്രണ്ട്സിന്റെ കൂടെ അപ്പൊ നമ്മൾ വിചാരിച്ച സ്ഥലങ്ങൾ കൂടുതൽ എക്സ്പ്ലോർ ചെയ്യാ, സ്റ്റേ ചെയ്യാൻ നമുക്ക് ഭയങ്കര ചീപ്പായി. കാരണം രാത്രി കിടക്കാൻ വേണ്ടി മാത്രം ഒരു സ്പോട്ട് മതിയല്ലോ, ബാക്കി നമ്മൾ കൂടുതൽ കാര്യങ്ങളും വേറെയുള്ള കാര്യത്തിന് പൈസ ചെലവാക്കാന്ന് വെച്ചിട്ട് അങ്ങനെ ഒരു ചീപ്പ് ലോഡ്ജ് എടുത്തത്. ഈ ജീപ്പിനെ സമയം എന്തായിരുന്നു അതിൽ ചീപ്പായിട്ട് ഉദ്ദേശിച്ചത്? റൂമും ഇതൊന്നും അങ്ങനെ വൃത്തിയൊന്നുമില്ല, അങ്ങനെ ഒരു സാധാ ഒരു നമ്മുടെ ഏറ്റവും ലോ ബഡ്ജറ്റിൽ കിട്ടിയ ഒരു റൂം. ലൈഫിൽ ഏറ്റവും അധികം ചീപ്പായി വന്ന സ്ഥലം? ഞാൻ ഈ വീഡിയോ ചെയ്ത് തുടങ്ങി 40K ഫോളോസ് ആയപ്പോ ഒരു ഷോർട്ട് ഫിലിമിന് വിളിച്ചിട്ടുണ്ടായിരുന്നു. ആലപ്പുഴ നാളത്തെ ബോർഡർ എന്തോ ആണ്. അപ്പൊ അവര് അഭിനയിക്കാൻ അന്നൊരു സ്റ്റേ അവര് തന്നു. അത് ഭയങ്കര വേസ്റ്റ് അതായിരുന്നു. ബാത്റൂം പോലും നേരെ വൃത്തിയില്ലാത്ത അങ്ങനത്തെ. ആ ഷോർട്ട് ഫിലിം ഇറങ്ങിയോ? ഇല്ല. അല്ലല്ല, നമ്മൾ അന്ന് എന്തെങ്കിലുമൊക്കെ അഭിനയിക്കാൻ ആൾക്കാർ വിളിക്കണം പറയുമ്പോൾ നമുക്ക് ഭയങ്കര അങ്ങനെ പൈസ നോക്കിയിട്ടൊന്നുമല്ല, വിളിച്ചല്ലോ എന്നാ പിന്നെ പോയി ചെയ്യാം. അല്ലല്ല, ഈ ആളുകൾ രജിസ്ട്രേഷൻ ഫീ എന്നൊക്കെ പറഞ്ഞ് പൈസ വാങ്ങിയത് അങ്ങനെ ഒരുപാട് തട്ടിപ്പുള്ള. ഇല്ല അതങ്ങനെയല്ല, അല്ലാതെ വിളിച്ചതാ. വിളിച്ചു വന്നു. പക്ഷെ അത് എന്തോ കാർഡ് ഷൂട്ട് ചെയ്ത് കഴിഞ്ഞ് കോപ്പി ചെയ്തതിന്റെ ഇടയിൽ എന്തോ എറർ വന്നിട്ട് പിന്നെ അങ്ങനെ എല്ലാ ഷോർട്ട് ഫിലിം അങ്ങനെ പറ്റാറുണ്ട്. ഈ പറഞ്ഞ ഇവരെങ്കിലും പൈസ കാണത്തില്ല, ഇവരിങ്ങനെ നമുക്ക് തട്ടിക്കൂട്ടി ഒരു പടം എടുക്കണം, സിനിമ കയറുന്ന ലക്ഷ്യം കൊണ്ടായിരിക്കും ഷോർട്ട് ഫിലിം എടുക്കുന്നത്. അവരെങ്കിലും പൈസ കാണുമ്പോൾ അവരെ കുറ്റം പറയാൻ പറ്റത്തില്ല. അങ്ങനെ ഏറ്റവും ലൈഫിൽ ചീപ്പായി എന്നൊരു സ്ഥലം അങ്ങനെയില്ല. ഞാൻ ഈ യാത്ര തമിഴ്നാട്ടില് എന്റെ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് യാത്ര ചെയ്തപ്പോൾ ഇങ്ങനെ ചീപ്പായിട്ടുള്ള, അതായത് ഫെസിലിറ്റീസ് കുറച്ച് വളരെ കുറഞ്ഞ ഒരു പഴയൊരു ബിൽഡിങ്ങിൽ താമസിക്കേണ്ടി വന്നിട്ടുണ്ട്. അല്ലാതെ അങ്ങനത്തെ എക്സ്പീരിയൻസ് ഒന്നും. ഈ കോളേജ്, നിങ്ങളുണ്ടായിരുന്ന ഒരു കോളേജ് കാലഘട്ടത്തിൽ നിന്ന് ഇപ്പത്തെ കോളേജ് ലൈഫ് വെച്ച് നോക്കുമ്പോ എത്ര കാര്യങ്ങൾ മാറിയിട്ടുണ്ട്? എന്തൊക്കെ ആളുകളുടെ ആറ്റിറ്റ്യൂഡിൽ മാറിയിട്ടുണ്ട്? സ്റ്റുഡൻസിന്റെ അത്ര പ്രായമൊന്നുമില്ല, കോളേജിൽ പഠിച്ചവര് പറയാം. ഒരുപാട് കാലം തന്നെ. ഇപ്പത്തെ കുട്ടികൾ എന്ന് വെച്ചാൽ അവർ നോട്ട്സ് എഴുതുന്നതിന് വളരെ കുറവായിരിക്കും. കംപ്ലീറ്റ്ലി PDF ആയിട്ട് മാറിയിടാം. നമ്മുടെ നാട്ടിൽ PDF ഉണ്ട്, അതുപോലെ ഇപ്പൊ എല്ലാ വീഡിയോ ലെക്ചറുകളൊക്കെ ആയിട്ട് മാറിയിട്ടുണ്ടായിരിക്കും. അവരുടെയും ഈ പറഞ്ഞ പോലെ അന്ന് കോളേജിൽ നിന്ന് ഒരു ഷോർട്ട് ഫിലിം ഉണ്ടാക്കുന്ന ക്വാളിറ്റി അല്ല ഇന്ന് കുട്ടികൾ ഷോർട്ട് ഫിലിം ഉണ്ടാക്കുന്ന ക്വാളിറ്റി. അന്ന് കംപ്ലീറ്റ്ലി സെൽഫികളായിരുന്നു ഏറ്റവും വലിയ ട്രെൻഡിങ് എന്ന് വെച്ചാൽ ഇന്ന് അത് കംപ്ലീറ്റ്ലി റീലുകളാക്കി. അങ്ങനെ എന്തൊക്കെ മാറ്റങ്ങളാണ് ഇപ്പത്തെ കുട്ടികൾ? എനിക്ക് ഇപ്പൊ ഈ രാഷ്ട്രീയം പണ്ടൊക്കെ ഭയങ്കര രാഷ്ട്രീയ കൊല, ഞാൻ പഠിച്ച കോളേജിലൊക്കെ പണ്ട് ഈ രാഷ്ട്രീയത്തിൽ കൊലകളൊക്കെ നടക്കും. അങ്ങനെ നമ്മൾ ഇപ്പൊ അങ്ങനെ ഒന്നും പറ്റി കേൾക്കുന്നൊന്നുമില്ല. ഉണ്ട്, സംഭവം ഉണ്ട്, എങ്കിൽ ലിമിറ്റഡ് ആയി. ആൾക്കാർക്ക് മനസ്സിലായി തുടങ്ങിയതുപോലെ ഇതൊന്നും വലിയ കാര്യമൊന്നും ഇല്ല. ഈ പ്രണയത്തിൽ എന്തൊക്കെയാ ഷാമൻ മാറ്റങ്ങൾ വന്നിട്ടുള്ളത്? പ്രണയം എപ്പോഴും പൈങ്കിളി തന്നെയാണ്. അല്ല, ഈ ഇപ്പൊ പറയാൻ കേൾക്കുന്ന ഈ സിറ്റുവേഷൻഷിപ്പ്, ബ്രെഡ് ക്രംബ്ലിംഗ്, പിന്നെ സോഫ്റ്റ് ലോഞ്ച്, അത് ഞാൻ പറഞ്ഞുതരാം. ഈ കാര്യങ്ങളിലൊക്കെ കഥയുണ്ടോ? ഇതൊക്കെ സത്യാവസ്ഥയാണോ? ഇപ്പൊ പണ്ടത്തെ പോലെ അല്ലല്ലോ. ഇപ്പൊ എല്ലാരും ഡേറ്റ് ചെയ്യാൻ പോകുന്നുണ്ട്. ഇപ്പൊ ആൾക്കാര് ഭയങ്കര ചൂസ് ചെയ്യാ. ഇപ്പൊ നമ്മളൊരു ലൈഫ് പാർട്ട്ണറെ സെലക്ട് ചെയ്യുമ്പോൾ തന്നെ കുറെ ആൾക്കാരായിട്ട് ഡേറ്റ് ചെയ്ത് പോയിട്ട്, കാരണം ഒരുപാട് ഡിവേഴ്സ് ഇപ്പൊ കൂടി വരിക. ഇപ്പൊ നമ്മള് കല്യാണം കഴിക്കാൻ പോകുന്നതിന് മുന്നേ തന്നെ കുറെ ആൾക്കാരായിട്ട് ഡേറ്റ് ചെയ്തിട്ട് നമുക്ക് പറ്റിയൊരു ക്യാരക്ടറിന് ഉള്ള ഒരു കുട്ടിനെയാണ് ഇപ്പൊ ആൾക്കാർ സെലക്ട് ചെയ്യുന്നത്. പണ്ടത്തെ പോലെ പെട്ടെന്ന് പോയി ഒരു വെള്ളം കൊടുത്ത് കല്യാണം കഴിക്കുന്നൊന്നും അല്ല ഇപ്പൊ. അതിൽ നിന്നൊക്കെ ഒരുപാട് കാര്യങ്ങൾ ആൾക്കാർ മാറി ചിന്തിക്കാൻ തുടങ്ങി. അത് നല്ലതല്ലേ? ഡേറ്റിന് പോകുമ്പോ എന്താ ശ്രദ്ധിക്കാറ്? ഞാൻ ക്യാരക്ടറാണ് നോക്കുക. ഫസ്റ്റ് ലുക്ക് തന്നെ നോക്കുക. ലുക്ക് നോക്കിയിട്ടാണ് നമ്മൾ ഡേറ്റ് ഫിക്സ് ചെയ്യുക. ഉറപ്പല്ലേ? എല്ലാവരും അങ്ങനെ തന്നെ ആയിരിക്കും. പിന്നെ അതിനുശേഷം നമ്മള് ഫസ്റ്റ് ഒന്നും മനസ്സിലാവില്ല. പല ആൾക്കാരും ഫേക്ക് തന്നെ ആയിരിക്കും. പിന്നെ ഇങ്ങനെ സമയമെടുത്ത് അത് മനസ്സിലാക്കും. എനിക്ക് എന്താന്ന് വെച്ചാൽ എനിക്ക് എന്റെ വൈബിനെ പറ്റി അതേ ആളെന്നെ ആവണം എന്നുള്ള ആഗ്രഹം. ഇങ്ങനെ തുള്ളിച്ചാടി നടക്കുന്ന ഒരു ടൈപ്പ് ഓഫ് ആളാണ് എനിക്കിഷ്ടം. എനിക്കങ്ങനെ എന്റെ മാത്രം ഒപ്പീനിയൻ ആണ്. എനിക്ക് പേഴ്സണലി ഒതുങ്ങി കൂടിയ പെൺകുട്ടികളെക്കായും ഇപ്പൊ ഈ ചോക്ലേറ്റ് റോമ ടൈപ്പ് അങ്ങനെ ഭയങ്കര ആക്റ്റീവായി ഭയങ്കര ബോൾഡായി അങ്ങനെ ബോൾഡായിട്ട്
ഡാന്ന് വിളിച്ചാ പോടാന്ന് വിളിക്കുന്ന പെൺകുട്ടികളില്ലേ, എനിക്ക് അങ്ങനത്തെ ആൾക്കാരെ ഇഷ്ടം. മോഡേൺ നേട്ടം. കണ്ടുപിടിക്കാൻ പറ്റുന്നുണ്ടോ ഇപ്പൊ? ആ കിട്ടുന്നുണ്ട് ഒരുപാട്. അങ്ങനെയല്ല, ആളുകളെ കണ്ടുപിടിക്കാൻ പറ്റുന്നുണ്ടോ? പറ്റുന്നുണ്ട് അങ്ങനത്തെ ഒരുപാട് ആൾക്കാരുണ്ട്, പറ്റുന്നുണ്ട്. ഓക്കെ. നല്ലത് മാത്രം ചിന്തിക്കുക, കിട്ടുന്നുണ്ടെന്നൊക്കെ. അങ്ങനത്തെ ഈ പറഞ്ഞ ജെൻസി ടൈമുകളുണ്ടല്ലോ, സിറ്റുവേഷൻഷിപ്പ്, ബെഞ്ചിങ്, മറ്റേ സോഫ്റ്റ് ലോഞ്ച്, ഇതിലൊക്കെ കഥയുണ്ടോ? അതൊക്കെ എല്ലാം ഉള്ളത് തന്നെയാണല്ലോ. പിന്നെ അതൊക്കെ ഒരു കണക്കിന് നല്ലത് തന്നെ. അവരെ പാർട്ട്ണറിനോട് ഇപ്പൊ ചിലപ്പോ എന്താ കുറെ നാള് ട്രൂ റിലേഷൻ ആയിരിക്കും, പക്ഷെ ഒരു സൈഡിൽ നിന്ന് അവര് തേച്ചിട്ട് പോകും. അല്ല അങ്ങനെ ട്രൂ അങ്ങനെ പറയുന്നേ, അങ്ങനെ പറഞ്ഞിട്ട് ട്രൂ ആണല്ലോ. ഈ പറഞ്ഞ എന്റെ ഒരു ഇത് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ കല്യാണം കഴിക്കുന്നതിന് മുമ്പ് കുറച്ചാൾ കൂടെ ജീവിച്ചിരിക്കും. അതെ, കാരണം എന്നാ മാത്രമേ പറഞ്ഞ അറിയാൻ പറ്റത്തുള്ളൂ. ഈ പറഞ്ഞ ഡേറ്റിങ്ങിനൊക്കെ ഇപ്പൊ 2-3 ദിവസം പോയി കഴിഞ്ഞാൽ ഒന്നും അറിയത്തില്ല. കാരണം അന്നേരം കാണുന്ന ആൾക്കാരല്ല ജീവിതത്തിൽ. 2-3 ദിവസം ഡേറ്റിന് പോയി അപ്പൊ കെട്ടല്ല നമ്മള്, അല്ല സമയം എടുത്തിട്ടാണ്. കുറച്ചാൾ കൂടെ ജീവിക്കുന്നത് ഡേറ്റിംഗ് ഒരുമിച്ച് ജീവിക്കണം. ഒരുമിച്ച് ജീവിച്ചതിന് ശേഷം ഒരുമിച്ച് പോകാൻ പറ്റുന്ന ഉറപ്പുണ്ടെങ്കിൽ മാത്രമേ കെട്ടാൻ. ലൈക്ക് ലിവിങ് ടുഗദർ ഒക്കെ അതേപോലെ അല്ല ഞാൻ പറഞ്ഞില്ല, നമുക്കോ പറ്റിയില്ല, ആർക്കൊക്കെ പറ്റിട്ട്. എന്തൊക്കെയാ പുതിയ കാലത്തെ മറ്റേ ഈ പ്രണയം? അല്ല, ഈ ശ്യാമ പറഞ്ഞ പോലെ നമ്മൾ ഈ സ്ട്രേഞ്ചേഴ്സിനെ കെട്ടുന്ന പരിപാടി ഇപ്പൊ വളരെ വളരെ കുറഞ്ഞു വരിക. ഇപ്പൊ കൂടുതൽ പേരും അറിയുന്ന ആൾക്കാരെ കിട്ടുന്നതാണ് കൂടുതൽ കണ്ടുവരുന്നത്. അതും വളരെ നാളത്തെ പരിചയത്തിന് ശേഷം കിട്ടുന്നവരാണ് ഇപ്പൊ അധികം കൂടുതലും. അപ്പൊ അങ്ങനെ തന്നെ ആവട്ടെ. അതിപ്പോ ഇവർ രണ്ടുപേരും ഞാൻ മാറ്റി വയ്ക്കുകയാണ്. ഇപ്പൊ നിങ്ങൾ രണ്ടുപേരുടെയും DM-കളിൽ വരുന്ന ഈ പ്രണയാഭ്യർത്ഥനകൾ അല്ലെങ്കിൽ നിങ്ങളോടുള്ള ഇഷ്ടം, ഇതില് സത്യം എത്രത്തോളം എത്രമാത്രം ജെനുവിനാണ് നിങ്ങൾ എങ്ങനെയാ മനസ്സിലാക്കുക? എനിക്ക് അങ്ങനത്തെ നിങ്ങൾ രണ്ടുപേരും കല്യാണം കഴിഞ്ഞല്ലേ? പക്ഷെ ഇപ്പോഴും അവരുടെ ടീമിലാണ് ഏറ്റവും കൂടുതൽ വരുന്നത്. അതൊരു ജെന്യൂൻ ആയിട്ട് നമുക്ക് പറയാനേ പറ്റില്ല. കാരണം ചിലപ്പോ ഒരു റീല് കണ്ടിട്ട് ക്രഷ് അങ്ങനെയൊക്കെ ആയിട്ട് സൂപ്പർ ഹീറോയുടെ മനസ്സിലെന്തോ പറയാം. അല്ല, ഞാൻ പറയുന്നതെന്ന് വെച്ചാൽ ഇപ്പൊ നമുക്ക് നമ്മുടെ 20-ാം വയസ്സിൽ നമ്മൾ ചിന്തിക്കുന്നതായിരിക്കില്ല നമ്മൾ 24-ാമത്തെ വയസ്സിൽ നമ്മൾ ചിന്തിക്കുന്നത്. ഓരോ ഏജ് കഴിയുമ്പോഴും നമ്മളുടെ ഓരോ കാര്യങ്ങൾ നമ്മൾ മാറിക്കൊണ്ടിരിക്കും. നമ്മൾ ചിലപ്പോൾ പല ആൾക്കാരെ മീറ്റ് ചെയ്യുമ്പോൾ നമ്മൾ സംസാരിക്കുമ്പോൾ അവർ ചിന്താഗതി മാറും. ഇപ്പൊ നമ്മളെ ചിന്താഗതി മാറും. ഓ ശരിയാണ്, അങ്ങനെയാണല്ലേ. കാരണം ഞാനൊക്കെ എന്റെ 18-ാം വയസ്സിൽ ഞാൻ ടോക്സിക് ആയിരുന്നു. കാരണം എന്റെ ചുറ്റും അങ്ങനെയായിരുന്നു ആൾക്കാരല്ല. കാരണം അവര് പറഞ്ഞു തരുന്നത് നമുക്കറിയാം. പക്ഷെ അത് നമ്മൾ കുറെ നാൾ കഴിഞ്ഞ് നമ്മൾ ഓരോ ഫീൽഡെത്തി ഇപ്പം ഈ ഒരു ഫീൽഡിൽ ഇതിൽ വന്ന് ഒരുപാട് ആൾക്കാരെ മീറ്റ് ചെയ്യുമ്പോൾ അവരുടെ ഓരോ ജീവിതാനുഭവങ്ങൾ കേൾക്കുമ്പോൾ അയ്യോ ശരിയാണല്ലേ, നമ്മൾക്ക് എന്തിനാ അങ്ങനെ ചിന്തിക്കണം. അങ്ങനെ അപ്പൊ ഓരോ ഏജ് കഴിയുമ്പോൾ നമ്മൾ ചിന്താഗതി മാറിക്കൊണ്ടിരിക്കും. അപ്പൊ അങ്ങനെ ചിന്താഗതി മാറുമ്പോൾ നമുക്ക് മനസ്സിലാകും നമുക്ക് എങ്ങനത്തെ ഒരു പാർട്ട്ണറാണ് നമുക്ക് ആവശ്യം എന്നുള്ളത്. അപ്പോ നമ്മൾ ചൂസ് ചെയ്യുക. അതിനൊരിക്കലും നല്ല പ്രായം ഞാൻ ഒരിക്കലും 18-20 ഞാൻ പറയില്ല. ഏജിങ് വരണം 10, 27, 28, 29 വയസ്സൊക്കെ വരുമ്പോഴത്തേക്കും ആടാ നമുക്ക് ഇങ്ങനത്തെ ഒരു പാർട്ട്ണർ മതി എന്ന് നമുക്ക് ഒരു പോയിന്റ് തോന്നും. അങ്ങനെയുള്ള ക്യാരക്ടറുള്ള ആളെ നമ്മൾ ചൂസ് ചെയ്യും. അങ്ങനെ ടോക്സിക് ആയിരുന്നു എപ്പോഴെങ്കിലും? അല്ലല്ല, ഞാൻ വളരെ ലിബറൽ ആയിട്ടുള്ള മൈൻഡ് സെറ്റ് ഉള്ള ആളായിരുന്നു എന്റെ ഒരു അല്ല അല്ലല്ല, മാക്സിമം ആളുകൾക്ക് സ്വാതന്ത്ര്യം ഉണ്ടാവട്ടെ എന്ന് വിചാരിക്കുന്ന ആളായിരുന്നു. എന്നിട്ട് ഇനി അങ്ങോട്ടേക്കുള്ള എല്ലാ ബന്ധങ്ങളുടെയും ഇൻട്രൊഡക്ഷൻ ഞാൻ കണ്ടന്റ് ക്രിയേറ്റർ ആണ് എന്നുള്ളതായിരിക്കുമല്ലോ. അതായത് ഒരാളെ മീറ്റ് ചെയ്യുമ്പോഴോ സംസാരിക്കുമ്പോഴൊക്കെ അപ്പൊ അവര് ചോദിക്കുമല്ലോ ഇത് എത്ര കാലം പോകുമ്പോ എത്ര കാലം ഇത് ചെയ്യാൻ പറ്റും? ആ ചോദ്യങ്ങൾക്ക് മറുപടി പറയാൻ പറ്റും. എത്ര കാലമായി ആദ്യം ചോദിക്കുക. എനിക്ക് 10 ആക്ച്വലി ഇതിനു മുമ്പുള്ള ഇന്റർവ്യൂല് പറഞ്ഞതാ, ഞാനും ഡയറക്ടറൊക്കെ സെയിം പ്രായക്കാരാണ്. അപ്പൊ ഞാൻ ഞാൻ 90s ഏർലി 90s ആണ്. ഇവരൊക്കെ 91 അതാ. അപ്പൊ ഇവരെക്കാളും ലൈഫ് എക്സ്പീരിയൻസ് ആക്ച്വലി എനിക്കാ കൂടുതൽ. ഓക്കെ എന്താ ഇവർക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന ഒരു ആകത്തുക? അതായത് നമ്മുടെ സന്തോഷം കളഞ്ഞിട്ട് ഒന്നും ചെയ്യാതിരിക്കുക. നമ്മുടെ അൾട്ടിമേറ്റ് ചെയ്യും നമ്മുടെ രാത്രി സമാധാനമായിട്ട് കിടന്നുറങ്ങാനും രാവിലെ സമാധാനമായിട്ട് എണീക്കാനും പറ്റുന്ന ലൈഫായിരിക്കും ഏറ്റവും നല്ലതെന്ന് തിരിച്ചറിയുമ്പോൾ അതിനനുസരിച്ചുള്ള തീരുമാനങ്ങൾ എടുത്ത് ജീവിക്കുക. ഓക്കെ. മഹാരാജ ഹോസ്റ്റൽ ഇപ്പൊ നിങ്ങളുടെ ഈ പറഞ്ഞ ഇൻസ്റ്റാഗ്രാം സെലിബ്രിറ്റി സ്റ്റാറ്റസ് അതിന്റെ അപ്പുറത്ത് എന്തുകൊണ്ട് ഒരു സാധാരണ ആൾ ടിക്കറ്റ് എടുത്ത് പോയി കാണണം? അതിനെന്ത് മറുപടി പറയും? ഈ പറഞ്ഞോട്ട് ചെറിയൊരു പ്രൊഡക്ഷൻ ഹൗസ് ആണ്. ഈ പറഞ്ഞ പുറത്തുനിന്ന് തെലുങ്കിന്ന് വന്ന് പടം ഡയറക്റ്റ് ചെയ്യണമെന്ന് ആഗ്രഹത്തോടെ ഇവിടെ വന്ന് ചെയ്ത ഒരാളുടെ ഒരു മൂവിയാണ്. മാത്രമല്ല ചെറിയ പ്രൊഡക്ഷൻ ഹൗസ്, ചെറിയ ഈ പറഞ്ഞ ബഡ്ജറ്റിൽ വന്ന ചെറിയൊരു മൂവിയാണ്. മാത്രമല്ല ഇതിനകത്തൊരു പ്രത്യേകത വെച്ച് കഴിഞ്ഞാൽ 2.5 മണിക്കൂർ ബോറടിക്കാതെ നമുക്ക് ഇരുന്ന് കണ്ട് ആസ്വദിക്കാൻ പറ്റുന്ന ഒരു ചെറിയ ഹൊറർ ഫണ്ണി മൂവി ആയിരിക്കും മഹാരാജ ഹോസ്റ്റൽ. ഈ ആളുകൾ ഈ അടികപ്പേര് കൂട്ടമണിക്ക് പ്രതീക്ഷിച്ചു വന്നാൽ അവരോട് എന്താ പറയാ?
പ്രതീക്ഷിക്കരുത്. ആ പടം എന്താ പറയാ, എന്ത് പ്രതീക്ഷിക്കണം എന്നാ പറയാ? അല്ല അത് വെച്ച് നോക്കുമ്പോ എന്റെ ഡിഫറെന്റാ. ഇപ്പൊ അതൊരു ഹൊറർ കോമഡി എന്ന് പറയുമ്പോഴും അതിലിപ്പോ പ്രേതം വരുന്ന ലാസ്റ്റ് ഒരു എലമെന്റിൽ മാത്രം ജസ്റ്റ് ഒന്ന് കാണിക്കുന്നുള്ളൂ. ബാക്കി ഫുൾ ഒരു ഫൺ മൂഡിലല്ലേ പോകുന്നത്. അവരൊരു ഫേക്ക് പ്രേതമായിട്ട് ഇങ്ങനെ ചെയ്യുന്നല്ലേ. പക്ഷെ ഇത് അങ്ങനെയല്ല, ഇതിൽ പ്രേതം അങ്ങനല്ല. അതിന്റെ പ്ലോട്ടും ഇതിന്റെ പ്ലോട്ടും എന്റെ ഡിഫറെന്റ് ആണ്. ഓക്കെ ഓക്കെ. ഇപ്പൊ ആളുകൾ ഈ ഹൊറർ കോമഡി എന്ന് പറയുമ്പോൾ ഡൈസറയും ഭൂതകാലും ഒക്കെ കണ്ടിട്ട് ആളുകൾ ഇപ്പൊ മലയാളത്തിന് ഹൊറർ എപ്പോഴും ടോപ്പ് ലീഗിൽ. അപ്പൊ ആകാശം എടുത്താലും അന്നത്തെ കാലത്ത് സ്കെയറി ആയിരുന്നു. എന്താ ആളുകളോട് പറയുന്നത്? ഒരു ഹൊറർ എലമെന്റ് ഒക്കെ പ്രതീക്ഷിച്ചു പോവാണെങ്കിൽ അവരോട് എന്ത് പറയും? നോർമൽ ഒരു പടമായിട്ട് വന്നിരുന്ന് കണ്ടിട്ട് ഓവർ ഹൈപ്പ് ഒന്നും ഇല്ല. ഹൈപ്പ് നമ്മൾ കൊടുത്താൽ അതിനപ്പുറം അവർ ചിന്തിച്ചു വയ്ക്കും പടം. മറ്റേ ലോകേഷിന്റെ പടത്തിൽ ഒരു കണ്ടെയ്നർ കണ്ടാൽ പിന്നെ അതനുസരിച്ച് ചിന്തിച്ചു കൂട്ടി ആ പടം അവർ അതെ അതുപോലെ പോകാൻ ഒന്നുമില്ല. നോർമൽ ഒരു പടം, ഫാമിലി ആയിട്ട് എല്ലാവർക്കും വന്ന് എൻജോയ് ചെയ്യാൻ പറ്റുന്ന എന്റർടൈൻമെന്റ്. എന്താ പറയാനുള്ളത് പടത്തെ പറ്റി? അതേപോലെ ഇതും വളരെ സിമ്പിൾ ആയിട്ടുള്ള പടമാണ്. വലിയ സ്റ്റാർ കാസ്റ്റ് ഒന്നും ഇതിലില്ല. വളരെ മിനിമം ബഡ്ജറ്റിൽ എടുത്തിട്ടുള്ള, പക്ഷെ ആൾക്കാർക്ക് ഇഷ്ടപ്പെടും എന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്ന ചില എലമെന്റ്സ് ഒക്കെ ഈ പടത്തിലുണ്ട്. അപ്പോ അത് ആസ്വദിക്കാൻ പറ്റുന്ന ഒരു മൈൻഡ് സെറ്റുമായിട്ട് വന്നാൽ നല്ലതായിരിക്കും. ഒരുപാട് എക്സ്പെക്ടേഷനായിട്ട് വന്നിട്ട് ഇതുപോലെ വലിയ സംഭവം ഈ പടത്തിലുണ്ടെന്ന് വിചാരിക്കരുത്. പക്ഷെ രസകരമായിട്ടുള്ള ചില ട്വിസ്റ്റുകളൊക്കെ ചെറുത് ഈ പടത്തിലുണ്ട്. കണ്ടു കഴിയുമ്പോൾ ആൾക്കാർക്ക് എന്റർടൈൻമെന്റ് ആയിട്ട് തോന്നും, ഇഷ്ടപ്പെടുന്നതാണ് ഞങ്ങളുടെ ഒരു പ്രതീക്ഷ, ആഗ്രഹം. ആരും എന്തായാലും മോശം പറയില്ല എന്നുള്ള ഒരു ഇപ്പൊ സിനിമയിലേക്ക് വരാൻ ഓരോ കാലത്ത് ഓരോ വഴികളുണ്ടായിരുന്നു. നാടകമായിരുന്നു, പിന്നെ മിമിക്രിയായി, പിന്നെ ഷോർട്ട് ഫിലിംസ് ആയി, ഇപ്പൊ അത് റീലും ഇൻഫ്ലുവൻസേഴ്സും ആണ്. അപ്പോൾ ഹാഷറിന്റെ ഒക്കെ നമുക്ക് ഹിസ്റ്ററി അറിയാം. അതുകൊണ്ട് തന്നെ ഇനി നിങ്ങളുടെ കാലമാണെന്നാണ് വിചാരിക്കുന്നത്. വെൽക്കം ടു മലയാളം സിനിമ. ഒരുപാട് കാലം സിനിമയിൽ നിലനിൽക്കാനും ഒരുപാട് വേഷങ്ങൾ ചെയ്യാൻ സാധിക്കട്ടെ. നേരത്തിന് ഒരുപാട് നന്ദി. നമസ്കാരം. താങ്ക്സ്. താങ്ക്സ്.